സോ ഞാൻ മാനസി ചേച്ചിയെ എങ്ങനെ പരിചയപ്പെടുത്താം? ഈ പുരുഷ മേധാവിത്വ വ്യവസ്ഥയുടെ മൂല്യങ്ങളെയും അതിലെ ഇരട്ടത്താപ്പുകളെയും നിശ്ചിതമായി വിമർശിക്കുന്ന മാനസിയുടെ കഥകൾ പെണ്ണെഴുത്തിന് ശക്തമായ ഒരു പുതിയ മാനം നൽകി. അതോടൊപ്പം അതാത് കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ വിവേചനങ്ങൾക്കെതിരെയും മാനസി അതിശക്തമായി ശബ്ദമുയർത്തി നിന്നു. അതിപ്പോഴും തുടരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. മാനസി ചേച്ചിയുടെ ചെറുപ്പത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരു കുഗ്രാമമായിട്ടുള്ള തിരുവില്ലാമലയിലാണ് ജനനം. തിരുവില്ലാമല ഈസ് ഫേമസ് ഫോർ BKN also. Somebody is waiting in the wait list. So let me take. Okay. തൃശ്ശൂർ എഞ്ചിനീയറിംഗ്, ഞാൻ പറഞ്ഞ പോലെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. വിവാഹത്തോടെ ബോംബെയിലെത്തി. അവിടെ സാഹിത്യം, നാടകം, സിനിമ തുടങ്ങിയ രംഗങ്ങളിൽ തൽപരയായിരുന്ന മാനസി മുംബൈയിലെ തിയേറ്റർ ഗ്രൂപ്പുകളിലും ഫിലിം സൊസൈറ്റിയിലും സ്ഥിരമായി പ്രവർത്തിച്ചു. കോപ്പി റൈറ്ററായ പരസ്യ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്തു. 18 വയസ്സ് മുതൽ കഥകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ മാനസി എല്ലാ പ്രമുഖ സാഹിത്യ പ്രസിദ്ധീകരണങ്ങളിലും കഥകളും ലേഖനങ്ങളും വിവർത്തനങ്ങളും എഴുതിക്കൊണ്ടിരുന്നു. കേരള സാഹിത്യ അക്കാദമിക്ക് പുറമെ മുണ്ടൂർ കൃഷ്ണൻകുട്ടി അവാർഡ്, ചേറ്റൂർ ശങ്കരൻ നായർ ഫൗണ്ടേഷൻ അവാർഡ്, വിവർത്തനത്തിനുള്ള ദാമോദരൻ കാളിയത്ത് അവാർഡ്, മലേഷ്യ മലയാളി ഫൗണ്ടേഷൻ അവാർഡ്, റൈറ്റേഴ്സ് ഫോറം അവാർഡ് തുടങ്ങി പല സമ്മാനങ്ങളും ചേച്ചി തേടിയെത്തിയിട്ടുണ്ട്. 9 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചേച്ചിയുടെ കഥയെ ആസ്പദമാക്കി പുനരധിവാസം എന്നൊരു സിനിമ മലയാളത്തിലുണ്ടായി. അത് 2000 കേരള സ്റ്റേറ്റിന്റെ ഏറ്റവും നല്ല കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ സിനിമ തന്നെ അതേ വർഷം കേന്ദ്ര അക്കാദമി അവാർഡും കിട്ടുകയുണ്ടായി, ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ മലയാളം 2000. ഇംഗ്ലീഷിലും മറാഠിയിലും കന്നഡയിലുണ്ട് ചേച്ചിയുടെ കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന കേരളത്തിലാണ്. 2 പുത്രന്മാർ, അതിൽ ഒരാളുടെ കൂടെയാണ്, ഒരാളെ നേരത്തെ കുറച്ച് പേര് കണ്ടു, കൂടെയാണ് ഇപ്പം ഫിലഡൽഫിയക്ക് അടുത്തുള്ള സ്വാർത്തുമോറിലാണ് ഇപ്പോൾ താമസം. ഇനി അതേ ഭാഷയിൽ തന്നെ ഞാൻ ജയന്തിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ചേച്ചി നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ജയന്തിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നതിന് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഷയിലും വേഷത്തിലും നടപ്പിലും ഒക്കെ ഒരു തനി കുമരകംകാരനായ ഒരു ഹാസ്യ സാഹിത്യകാരൻ. അങ്ങനെയാണ് ഞാൻ ജയന്തിനെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സോമരസം കുടിച്ചോട്ടെ? കുടിച്ചോളൂ. എന്റെ കളറ് ശരിയല്ല. ജയന്ത് ജനിച്ചത് ഈസ്റ്റ് ആഫ്രിക്കയിലാണ്. 8ാമത്തെ വയസ്സിൽ കുമരകത്തേക്ക് മൂവ് ചെയ്തു. അവിടെ വെച്ചാണ് മലയാള പഠനം തുടങ്ങിയത്. നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം തൃശ്ശൂർ. 14 വർഷത്തോളം FACT ഫെഡോയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അംഗമൊന്ന് മാറ്റി ചവിട്ടി. അവിടെ ഒരു സ്പൈസ് എക്സ്ട്രാക്ഷൻ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി തുടങ്ങി കൊച്ചിയിൽ. ആ കമ്പനി ഒരു മൾട്ടിനാഷണൽ കൊളാബറേഷനിൽ വരികയും അങ്ങനെ ജയന്തിന് US ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഇവിടെ ഈ been in food technical sales for a quarter century in US. ജയന്ത് താമസിക്കുന്ന റീഡിംഗ്, പെൻസിൽവേനിയ. 2 പെൺമക്കളുണ്ട്, വൈഫ് അനിത. ജയന്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ നൈപുണ്യമുള്ള ഒരാളാണ് എഴുത്തിൽ. അങ്ങനെ പബ്ലിഷ് ചെയ്ത് ഞാൻ ഇംഗ്ലീഷ് കണ്ടിട്ടില്ല, പക്ഷെ പലപ്പോഴും പല വേദിയിലും ഇംഗ്ലീഷ് കഥകളും നുറുങ്ങുകളും ഒക്കെ വായിക്കാൻ ഇടയായിട്ടുണ്ട്. ജയന്തിന്റെ പുസ്തകം 2023, അതായത് ചേച്ചിക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞാണ് ജയന്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. ബാല, ഞാൻ പറയട്ടെ, ഞാൻ കൗബീനം കൊടുത്തു നടക്കുന്ന കാലത്താണ് മാനസിക്ക് അവാർഡ് കിട്ടുന്നത്. അതെ. അപ്പോ നമ്മുടെ ചരിത്രം, ജയന്തിന് അവാർഡ് കിട്ടിയ പുസ്തകത്തിന്റെ പേര് ഒരു കുമരകംകാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങളാണെന്നാണ്. അപ്പോ ഭാഷ ഏതാണ്ട് മനസ്സിലായില്ല. അപ്പോ തനി കുമരകംകാരനാണ്. സോ നമുക്ക് ഇനി അത്രയും
ഇൻട്രൊഡക്ഷനിൽ കൂടെ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതുതായിട്ട് കുറച്ച് പേര് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗുഡ് ടു നോ, ഗുഡ് ടു സി. സോ ചേച്ചിയും ഞങ്ങളുമായിട്ട്, ഞാനും റാണിയും ചേച്ചിയും ജയന്തും കൂടെ ഒന്ന് സംസാരിച്ചിരുന്നു 2 ദിവസം മുമ്പ്, ജസ്റ്റ് ടു ഗെറ്റ് ടു നോ ഈച്ച് അതർ. അപ്പോൾ അന്നേരം ചേച്ചി പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതായത് എഴുതാൻ വേണ്ടി എഴുതുന്ന ഒരാളല്ല മാനസി എന്ന എഴുത്തുകാരി. എഴുതാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തുമ്പോൾ ഇനിയിപ്പോൾ എഴുതിയേ തീരൂ എന്നുള്ളൊരു നിലപാടെടുക്കുന്ന ആളാണ്. സോ ചേച്ചി ഒരു അരനൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യക്കുറവും അന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഈ എഴുത്ത് രംഗത്തേക്ക് ചേച്ചി പ്രവേശിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എഴുതാൻ എനിക്ക് സാധിക്കില്ല. അപ്പൊ ആരെങ്കിലും ഒരാള് കഥ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോ എഴുതുന്ന തോന്നുന്ന സമയത്ത് ഒരു ഉപമ പറയാമെങ്കിൽ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന പോലെ ഒന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ദാഹിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞില്ല. അതുകൊണ്ട് അതൊരു അസ്വസ്ഥത സൃഷ്ടിക്കും നമ്മൾക്ക് മനസ്സിൽ. ആ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് എഴുത്ത് പലപ്പോഴും എൻ്റെ മുമ്പിൽ എത്താറ്. ഒരു പരിധിവരെ എഴുത്ത് അബോധപൂർവം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ എഴുതി കഴിഞ്ഞ് പലപ്പോഴും ആ കഥ 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ, അത് ഈ ഫെയർ ചെയ്തിട്ട് എവിടേക്കെങ്കിലും അയക്കാൻ മാത്രമാണ് കേട്ടോ ഞാൻ വായിക്കുക. അതല്ലെങ്കിൽ അതുവരെ തൊടാറില്ല ഞാൻ ആ കഥ. അപ്പോൾ ഞാൻ ആലോചിച്ചു പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഞാൻ എപ്പോഴാണ് ആലോചിച്ചത്? ഇതൊക്കെ ഞാൻ അങ്ങനെ മനസ്സിൽ ബോധപൂർവം ആലോചിച്ചിട്ടേ ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നും ഞാൻ അറിയാത്ത ഒരു മാനസിയാണ് ഇത് പലപ്പോഴും എഴുതുന്നത് എന്ന്. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഞാൻ അറിയാത്ത അനുഭവങ്ങളെ കുറിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. പല കഥകളും ഉണ്ട്. എനിക്ക് നേരിട്ട് അനുഭവമില്ലാത്ത കഥകളെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വാചകങ്ങളും വാക്കുകളൊക്കെ എവിടുന്ന് വന്നു എന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ എഴുത്ത് എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാണ് മറുപടി പറയാൻ. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വേണമെങ്കിൽ സാധാരണ നിലയ്ക്ക് ഒരാൾ അതിൽ നിന്നൊക്കെ പിൻവലിക്കുകയാണ് പതിവ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞാൻ എഴുതി എന്നുള്ള ചോദ്യം ഞാൻ ഒരിക്കലും ഒരു സൈക്യാട്രിസ്റ്റിനോട് ചോദിക്കേണ്ടതുണ്ട്. കാരണം അത്രയും കഠിനമായ നിയന്ത്രണങ്ങളും നിബന്ധനകളിലും കൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോകുന്നത്, എൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ. അപ്പോൾ അന്ന് ആ സൈക്യാട്രിസ്റ്റ് പറഞ്ഞ ഒരു വാചകം, മാനസിയുടെ മനസ്സ് ഇതാണെങ്കിൽ മാനസി എഴുതും. അത് മാനസിയുടെ ചോയ്സ് പോലും അല്ല. അത് എഴുതാതിരിക്കുക എന്നത് മാനസിക്ക് അസാധ്യമാകുന്ന ഒരു സന്ദർഭത്തിലാണ് മാനസി എഴുതുന്നത് എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് എഴുത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ എങ്ങനെ എഴുത്തിലേക്ക് വന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായി ഒന്ന് പറയാൻ പറ്റില്ല. അബോധപൂർവം തന്നെ എഴുതാൻ തോന്നുന്നു എന്നതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് എന്ന് മാത്രമാണ് എനിക്കിതിനുള്ള ഉത്തരം. ഓക്കെ. എന്നിരുന്നാലും ഈ ആദ്യത്തെ പുസ്തകം എങ്ങനെ അരങ്ങത്തെത്തി എന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം അതൊരു ഒരു പ്രത്യേക തരം സാഹചര്യങ്ങളായിരുന്നു, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. അതെ അല്ലേ? ആക്ച്വലി ആദ്യം എൻ്റെ പുസ്തകം ഇടിവാളിന്റെ തേങ്ങൽ എന്നുള്ള ഒരു കഥാസമാഹാരമാണ് വന്നത്. അത് കറന്റ് ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. അവര് ചോദിച്ചു. അപ്പൊ എനിക്ക് അന്ന് കുറച്ച് കഥകൾ ഉണ്ടായിരുന്നു, അതങ്ങനെ കൊടുത്തു ഞാൻ. അന്നൊന്നും ഈ പബ്ലിഷിംഗ് രംഗത്തെ കുറിച്ചിട്ടൊന്നും ഒന്നും അറിയില്ല കേട്ടോ. 18-20 വയസ്സൊക്കെയാണ്. അപ്പൊ ഒന്നും അറിയില്ല എനിക്ക്. ആ സമയത്ത് ഇത് എഴുതുമ്പോ ആ എഴുത്തിനോട്, പെണ്ണുങ്ങൾ എഴുതുന്നതിനോട് വളരെയധികം എതിർപ്പുണ്ടായിരുന്ന ഒരു സമൂഹമാണത്. അപ്പോൾ പക്ഷെ അന്ന് ഞാൻ ഈ കഥകളൊക്കെ സമാന്തരമായിട്ട് യുഗരശ്മി വളരെ സീരിയസ് ആയിട്ട് സാഹിത്യം കൈകാര്യം ചെയ്യുന്ന മാസികകൾ എഴുതിയിരുന്ന കൊണ്ടാണ് ഈ കറന്റ് ബുക്സ് ഈ കഥകളെ എന്നോട് സമാഹരിക്കാമോ എന്ന് ചോദിച്ചു വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സമാഹരിച്ചോളൂ. അങ്ങനെയാണ് കറന്റ് സമാഹരിക്കുന്നതൊക്കെ. പക്ഷെ ആ കഥകളൊക്കെയും അന്നത്തെ സാഹിത്യത്തിലെ സ്ത്രീ ചിത്രീകരണത്തെ അങ്ങേ അറ്റം വിമർശിക്കുന്നതും എതിർ നിൽക്കുന്നതുമായിരുന്നു. അപ്പോഴൊക്കെ എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് എഴുതാനേ പാടില്ല, എഴുതുന്നത് തന്നെ ഒരു റെവല്യൂഷനാണ്, അല്ലെങ്കിൽ അതൊരു ധിക്കാരാണ്, ഭയങ്കര അഹങ്കാരാണ് എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്.
പക്ഷേ എനിക്ക് പറയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും സമൂഹം ഇന്ന് പറയുന്ന കാര്യം, സ്ത്രീകളെ കുറിച്ച് പറയുന്ന കാര്യമല്ല. അന്നൊക്കെ ഈ സാഹിത്യത്തിലെ സ്റ്റാൽവാർട്സ് അടക്കം അന്ന് പറഞ്ഞിരുന്നത് സ്ത്രീയെ എപ്പോഴും ശാരീരികമായ ഭംഗി കൊണ്ട് മാത്രമാണ് ചിത്രീകരിക്കുക. സ്ത്രീക്കൊരു തലച്ചോറുണ്ടെന്നോ സ്ത്രീക്കൊരു മനസ്സുണ്ടെന്നോ തോന്നുന്ന കഥാപാത്രങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെയല്ല, നിങ്ങൾ പറയുന്നതൊന്നല്ല സത്യം, അതിനപ്പുറം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സത്യമുണ്ട് എന്ന് പറയണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് ഒരു പക്ഷേ ആരുടെയും സഹായമില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. ഒരു പേനയും കടലാസും ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വന്നത് എന്ന് ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ തോന്നുന്നതാണ് കേട്ടോ ഇതൊക്കെ. അന്നത്തെ പക്ഷേ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, എനിക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. അത് ഈ സമൂഹത്തിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്നതൊന്നും അല്ല, അതിനപ്പുറത്ത് എനിക്ക് എന്താ പറയാ, എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരുപാട് എതിർപ്പ് കുടുംബത്തിൽ നിന്ന് സമൂഹ പറഞ്ഞോളൂ. ഒരുപാട് എതിർപ്പ് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, എഡിറ്റേഴ്സ് ആരും എന്നെ മാറ്റി നിർത്തിയില്ല എന്നുള്ളതാണ്. 18 വയസ്സിൽ എഴുതുമ്പോൾ പോലും എനിക്ക് ഒരിക്കലും ഞാൻ അയച്ച കഥ ഇന്ന് വരെ മടങ്ങി വന്നിട്ടില്ല പറഞ്ഞ മാതൃഭൂമിക്ക്. അന്ന് ഞങ്ങൾ എഴുതുമ്പോൾ എല്ലാവർക്കും മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കണം, കാരണം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചാൽ ദെൻ യു ആർ എസ്റ്റാബ്ലിഷ്ഡ്, അങ്ങനെയാണ്. അപ്പൊ അന്ന് ഞങ്ങൾ എല്ലാവരും കുട്ടിക്കാലം എൻ്റെ തലമുറ ആ കാലത്തുള്ള എല്ലാവരും എഴുതിയ ആദ്യം അയക്കുക മാതൃഭൂമിക്കാണ്. അത് പിന്നെ മാതൃഭൂമിക്ക് 3-ാം ദിവസം ദുഃഖപൂർവ്വം എന്ന് പറഞ്ഞിട്ട് മടങ്ങി വരും. പക്ഷെ ആ കഥ വേറെ എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കും. അതായത് ഞാൻ എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാതിരുന്ന ഒരു കഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എഡിറ്റേഴ്സ് ആരും എന്നെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവസാനത്തെ ഈ യുഗരശ്മിയിൽ വന്ന ഒരു കഥ കണ്ടിട്ടാണ് MT പറയുന്നത്, അടുത്ത കഥ മാനസിയോട് മാതൃഭൂമിക്ക് അയക്കാൻ പറയൂ എന്ന് പറയുന്നത്. ഞാൻ അയക്കാറുണ്ടല്ലോ സ്ഥിരമായിട്ട്. അപ്പൊ ഞാൻ VK-നോട് പറഞ്ഞപ്പോൾ VK പറഞ്ഞു, എഡിറ്റർ മാതൃഭൂമി എന്ന് പറഞ്ഞ് അയക്കരുത്, MT വാസുദേവൻ നായർ എഡിറ്റർ മാതൃഭൂമി എന്ന് പറഞ്ഞ് അയക്കാൻ പറഞ്ഞു. അങ്ങനെ MT ചോദിച്ചിട്ടാണല്ലോ അയക്കുന്നത്, ആവശ്യപ്പെട്ട പ്രകാരം എന്ന് പറഞ്ഞിട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ കഥ പത്മീക എന്നുള്ള കഥ മാതൃഭൂമിയിൽ എൻ്റെ വരുന്നത്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, MTയുടെ കീഴിലല്ലേ എഴുതിയത്, അത് കാരണം. ഒരു ചോദ്യം കൂടെ ചേച്ചിയോട് ചോദിച്ചിട്ട് ഞാൻ ജയന്തിന്റെ അടുത്തേക്ക് പോവാം. അപ്പൊ അന്നത്തെ ഈ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചപ്പോൾ മറ്റെഴുത്തുകാരും അല്ലെങ്കിൽ അന്നത്തെ എഴുത്തുകാരുടെ ഏറെയൊക്കെയും എനിക്കില്ല, മാധവിക്കുട്ടിയും ബാലാമണിയും ഒക്കെ നിലവിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അവരുടെയും അതുപോലെ നിരൂപകരുടെയും ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ കാഴ്ചപ്പാട്? നോക്കൂ, എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്ന 18 വയസ്സിലാണ് ഞാൻ പറഞ്ഞു. അന്ന് ഈ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല, അത് അനുവദനീയവുമായിരുന്നില്ല. പക്ഷെ മാധവിക്കുട്ടിയെ ഞാൻ വായിക്കുന്നത്, എൻ്റെ അമ്മ ബാലാമണിയമ്മയുടെ വലിയ ഫാനായിരുന്നു. അപ്പൊ ഈ സാഹിത്യം വായിക്കും, നല്ലൊരു വായനശാല തിരുവല്ലാമലയിൽ ഉണ്ടായിരുന്നു, അവിടുത്തെ പുസ്തകങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ പോയിട്ടില്ലേ, അപ്പൊ എന്നെ പോകാൻ സമ്മതിച്ചിരുന്നില്ല. അത് കാരണം എൻ്റെ ബ്രദർ മുഖാന്തരമൊക്കെയാണ് എനിക്ക് ആ പുസ്തകങ്ങൾ കിട്ടിയിരുന്നത്. പക്ഷെ ധാരാളം അമ്മയും അമ്മാവനും ചെറിയമ്മയും എല്ലാവരും നന്നായിട്ട് വായിക്കുന്നവരായതുകൊണ്ട് ആ സാഹിത്യത്തിന്റെ ഒരു പരിച്ഛേദം, ആ കാലത്തെ സാഹിത്യത്തിന്റെ പരിച്ഛേദം എനിക്ക് അറിയാമായിരുന്നു. അന്ന് ഈ മാധവിക്കുട്ടി എഴുതിയത് സ്വന്തം കുടുംബത്തിലത്തെ ഒരുപാട് തുറന്നെഴുതുക നമ്മൾ പറയില്ലേ, ബോൾഡായിട്ട്. അതുവരെ മലയാളത്തിൽ ഒരു സ്ത്രീയും എഴുതാതിരുന്ന വിധാണ് മാധവിക്കുട്ടി എഴുതിയത്. അപ്പോൾ ഞാൻ എഴുതുമ്പോഴും എൻ്റെ വീട്ടിലൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. ഇനി ഒന്നാമത് ഏകദേശം ഒരേ കുടുംബ സാഹചര്യമാണ് ഞങ്ങളുടെ, മാധവിക്കുട്ടിയുടെയും ഞങ്ങളുടെയൊക്കെ. അപ്പോൾ ഇനി ഇതുപോലെ മാനസികം എഴുതി തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവുമെന്ന് എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടാവും. അത് കാരണം ഒരിക്കലും പ്രോത്സാഹനമല്ല, എതിർപ്പാണ്. എൻ്റെ ഏട്ടൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള PA ദിവാകരൻ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം മാത്രമാണ് എന്നെ ഈ കാര്യത്തിൽ എന്നെ അക്കാലത്ത് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിരൂപകരൊന്നും എന്താ പറയണമെന്ന് ഞാൻ എങ്ങനെ അറിയാം? എനിക്കറിയില്ല ഒന്നും, മനസ്സിലായോ? ആകെ കൂടിയുള്ള അറിയുന്നത് ഈ തൊട്ടടുത്ത് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ വീട്ടുകാരോ പറയുന്ന
ഒരു കാര്യങ്ങളും മാത്രമാണ്. അവരൊന്നും എൻ്റെ കഥ വായിച്ചിട്ടില്ല. അത് കാരണം പക്ഷേ ആദ്യത്തെ കഥ വായിച്ചപ്പോൾ ആ ഇല്ലസ്ട്രേഷൻ കണ്ടിട്ട് ഞാനത് പറയാണ്ടായി. അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. അമ്മ ആ പുസ്തകം അട്ടത്തേക്ക് വലിച്ചെറിഞ്ഞു, കുറെ തല്ലി, ഇനി എഴുതരുതെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണിന്ന് വെള്ളം എടുത്തിട്ട് ഞാൻ മെലോഡ്രാമാറ്റിക് ആയിട്ടൊന്ന് പറയട്ടെ. വിൻഡോ സില്ലിൽ എഴുതി, ഞാൻ ഇനിയും എഴുതും, ഇനിയും എഴുതും, ഇനിയും എഴുതും എന്ന് എഴുതി. ദ റെബൽ വാസ് ബോൺ പെർഹാപ്സ് ഓൺ ദാറ്റ് ഡേ. അറിയില്ല. അത് പിന്നെ അമ്മയുടെ എതിർപ്പ് വകവയ്ക്കാതെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എഴുതിയ കഥകളൊക്കെ ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കുക പതിവ്. ഏട്ടൻ അത് പ്രസിദ്ധീകരിക്കാൻ അയച്ചു കൊടുക്കുമായിരുന്നു പതിവ്. കാരണം ആ നിരൂപകർ എന്തു പറഞ്ഞു, അതിനെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് പിന്നീട് എം ബഷീറിന്റെ ഈ മലയാള ചെറുകഥ ഇന്ന് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ കഥകളെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ് എം ബഷീർ പറഞ്ഞത്. അത്രമാത്രമാണ് നിരൂപക ഭാഗത്തു നിന്ന് എനിക്കറിയുള്ളൂ. ബാക്കി മറ്റുള്ള എഴുത്തുകാരായിട്ടൊന്നും ഒരു അടുപ്പില്ല. എനിക്ക് ഒരാളെ അറിയ പോലും, വെച്ചാൽ പേരറിയാം, മാധവിക്കുട്ടി, ബാലമണിയമ്മ, അങ്ങനെ. അതുപോലെ എൻ്റെ കൂടെ എഴുതിയിരുന്നിട്ടുള്ള അഷിത, സാറ ജോസഫ്, ചന്ദ്രമതി, ഇവരെയൊക്കെ കുറിച്ചിട്ട് എനിക്ക് പേര് കേട്ടറിയാന്നല്ലാതെ ഇവരാരായിട്ടും ഒരിക്കലും ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഒരു എഡിറ്ററായിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം കത്തിൽ കൂടെ അല്ലാതെ നേരിട്ട് ഇന്ന് വരെ ഞാനൊരു പത്രം ഓഫീസിൽ പോയിട്ടില്ല, പോവാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വല്ലാത്തൊരു സാഹചര്യം തന്നെ. ഇന്നത്തെ എഴുത്തുകാർക്കും അത് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല ചിലപ്പോ. അതെ, അന്നത്തെ കാലത്ത് ഈ പെണ്ണെഴുതുക എന്നുള്ളത് തന്നെ വലിയൊരു, പ്രത്യേകിച്ചും ഈ ഫ്യൂഡൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളതാകുമ്പോൾ വളരെ വലിയ ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നിട്ട് മാധവിക്കുട്ടിക്കും ഉണ്ട് അത്. അതേപോലെ തന്നെ അങ്ങനെയുള്ള അത് പ്രത്യേകിച്ചും ഈ ആൺ പെൺ ബന്ധങ്ങളെ കുറിച്ച് കൂടിയിട്ടാണ് അതും തുറന്ന് എഴുതുക. എനിക്ക് എന്തുകൊണ്ടോ ആകെ എഴുതുമ്പോൾ ഒരൊറ്റ പേടിയും തോന്നാറില്ല. എനിക്ക് മനസ്സിൽ വന്നത് ഞാൻ എഴുതും. അങ്ങനെ ഒരു സെൽഫ് സെൻസറിങ് ഞാൻ നടത്താറില്ല. എനിക്ക് എന്ത് മനസ്സിൽ വന്നു അത് എഴുതും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരുതരം അബോധപൂർവമായിട്ടുള്ള എഴുത്തിലാണ് ഞാനത്. എപ്പോഴും ഒരു കഥ എഴുതി തുടങ്ങിയാൽ അവസാനത്തെ വാചകം എഴുതിയിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുക. അറ്റ് സ്ട്രെച്ച് ആണ് ഞാൻ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഈ പൊതുലോകമായിട്ടുള്ള അറിവില്ലായ്മ, ചുറ്റുപാട് എന്താ നടക്കുന്നത് പോലുള്ള അറിവില്ലായ്മ കാരണം ആരും ചീത്ത പറഞ്ഞാലും ഞാൻ അറിയണ്ടായിരുന്നില്ല. അപ്പോ പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. ചേച്ചിക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും ഒന്ന് കരുതി വെക്കുക. നമ്മൾ കുറച്ചു നേരം ജയന്തിന്റെ കൂടെ സംസാരിച്ച് നമുക്ക് പിന്നെ ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം, അല്ലേ റാണി? റാണി മ്യൂട്ടിലാണ്. നമുക്ക് ചെയ്യാം. അപ്പൊ രണ്ടുപേരുടെയും അടുത്തും ചോദിക്കാമല്ലോ. അതെ അതെ അതെ. ഇപ്പൊ ജയന്ത്, tough question is reserved for you. ജയന്ത് എങ്ങനെയാണ് ഒരു ഹാസ്യ സാഹിത്യകാരനായത്? അതായത് മലയാളത്തിലെ സാഹിത്യശാഖകൾ പലതും ഉണ്ട്. ഹാസ്യ സാഹിത്യം അത്ര പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയല്ല. അതൊരു എഴുതുന്ന മെറ്റീരിയലിനെ ഹാസ്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ വേറൊരു ലെവൽ തന്നെ ടാലന്റ് വേണം. അപ്പൊ എങ്ങനെയാണ് ഒരു ഹാസ്യ സാഹിത്യകാരനായി രൂപപ്പെട്ടത്? ബാല, ഈ ചോദ്യം ചോദിക്കുമ്പോഴേ ഞാൻ ഒരു കഥയാ സാധാരണ പറയാറുള്ളത്, പഴയൊരു കഥ. അത് നർമ്മത്തിൽ പറയണം. അത് മാർക്ക് ട്വെയിനെ കുറിച്ച് പറയുന്ന സാധനമാണ്. മാർക്ക് ട്വെയിനെ പ്രായമായപ്പം മാർക്ക് ട്വെയിൻ്റെ ഒരു ചെറുപ്പത്തിലേ ഉള്ള ഒരു സുഹൃത്ത് വന്ന്, കേക്കാവോ? ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു, ഈ മാർക്ക് ട്വെയിൻ ബേസിക്കലി വളരെ സീരിയസ് ആളാണ്, വളരെ അങ്ങനത്തെ നേച്ചറാണ്, അങ്ങനെ ഒരു ജോബിൽ അങ്ങനെയൊന്നുമല്ല. അപ്പൊ ആ സുഹൃത്ത് ചോദിച്ചു, എടോ താൻ എങ്ങനെയാണ് ഈ ലോകം മുഴുവനുള്ള ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള ഇങ്ങനെ എഴുതാൻ സാധിച്ചെന്നേ? അപ്പം മാർക്ക് ട്വെയിൻ പറഞ്ഞ മറുപടി തന്നെയാണ് ഞാനിപ്പോൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നത്. All I did was tell the truth, but for some reason people found it very funny. ഓക്കെ, അതാണ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്കൊരു പേഴ്സണലായിട്ട് ചില ഒരു ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള ഒരു സമയത്തൂടെ പോകുന്ന സമയത്താണ് ഇത് തുടങ്ങുന്നത് എഴുത്തിലേക്ക്. അപ്പൊ അങ്ങനെ തുടങ്ങിയപ്പം നമ്മുടെ ടിപ്പിക്കൽ നേച്ചർ ഉണ്ടല്ലോ, നമ്മുടെ മിക്കവരുടെയും ഏറ്റവും എന്താ പറയുന്നത്,
മധുരിക്കുന്ന ഓർമ്മകൾ എപ്പോഴും നമ്മുടെ ചെറുപ്പകാലമുണ്ട്, ബാല്യകാലമുണ്ട്. അതെ. അപ്പൊ അവിടെ ഞാൻ അപ്പൊ പതുക്കെ മനസ്സങ്ങോട്ട് ഉള്ളിലേക്ക് വിഡ്രോ ചെയ്ത് വേമ്പനാട് കായലിന്റെ അരികിലേക്ക് പോയി. അപ്പൊ അവിടെ കണ്ട ഒരു കൗതുകമുള്ള വിചിത്രരായ ചില കഥാപാത്രങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് അയവിറക്കി അവരെക്കുറിച്ച് എഴുതി തുടങ്ങി. അപ്പം അതായിരുന്നു ബേസിക്കലി ആ കഥയിലേക്ക് പോകാനായിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ അതിന് ശരി. അപ്പൊ ഒരു ചോദ്യം. അപ്പൊ ഈ ആദ്യം വളരെ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിലാണ് മാനസി ചേച്ചിയെ പോലെ 18ാമത്തെ വയസ്സിൽ ബുക്ക് പബ്ലിഷ് ചെയ്ത ആളല്ല എന്ന് മനസ്സിലായി. സോ അപ്പോൾ ആ സാഹചര്യത്തില് താങ്കൾ ഇവിടെയായിരുന്നു, US-ലായിരുന്നു എന്നാണ്, ശരിയാണോ? എഴുതാൻ അതെ, തുടങ്ങിയപ്പോ ഇവിടെയാണ് നമ്മുടെ ഒരു പെട്ടെന്നുള്ള ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇവിടെ എനിക്കൊരു 52 മറ്റായി മനസ്സി 52 വയസ്സ് മറ്റായി ആ സമയത്ത്. അപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു ആഘാതം സംഭവിക്കുന്നതും അതിലേക്ക് എഴുതി തുടങ്ങുന്നത്. ലേറ്റ് കമറാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിലെ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ ക്രാക്ക് ചെയ്യാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നോ? എങ്ങനെയാണ് അത് സാധിച്ചെടുത്തത്? അത് ഈ ആദ്യം ഞാൻ ഇത് എഴുതിയപ്പോഴേ ആദ്യം ഒരു ചെറിയൊരു ലേഖനം എഴുതി. അത് ഇവിടെ അന്ന് ഒരു മലയാളം പത്രം, ഇവിടുത്തെ അമേരിക്കയിലെ ആദ്യത്തെ മലയാളം പത്രം, അതിന്റെ പേര് തന്നെ അതാണ്, റോയ് എന്ന് പറഞ്ഞൊരു റിക്കാർഡുകാരൻ തുടങ്ങിയതാണ്. 10-30 വർഷം മുന്നേ കേട്ടോ. അപ്പൊ അതിൽ ഞാൻ അയച്ചു കൊടുത്തപ്പം റോയ് അത് അപ്പം തന്നെ അവിടെ പബ്ലിഷ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കൂടെ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ റോയ് പബ്ലിഷ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ആ പത്രത്തിൽ എഴുതിക്കൊണ്ടിരുന്ന നമ്മുടെ റോസ്മേരി എഴുതുന്നുണ്ടായിരുന്നു. റോസ്മേരി തിരുവനന്തപുരംകാരത്തി. അപ്പൊ റോസ്മേരി എന്റെ ലേഖനങ്ങൾ വായിച്ച് താല്പര്യം പ്രകടിപ്പിച്ചു. അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ റോസ്മേരി ആയിട്ട് പരിചയമായി. അപ്പൊ അങ്ങനെ അവിടുത്തെ സമകാലീന മലയാളം ഉണ്ടല്ലോ, അതിലേക്കൊക്കെ കുറച്ച് ഇടാനായിട്ടും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതാണ് ബാക്ക്ഗ്രൗണ്ട് ബേസിക്കലി. ഓക്കെ. സോ അന്ന് ജയൻ തുടങ്ങിയ കാലത്ത് ഒരു ആന്തരികമായിട്ടുള്ള പ്രേരണകളാണ് എന്ന് മനസ്സിലായി. അന്ന് ഏതെങ്കിലും ഹാസ്യ സാഹിത്യകാരന്മാരെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വന്നിരുന്നോ മനസ്സിലെ? അതോ സ്വന്തം ശൈലിയിൽ തുടങ്ങിയതാണോ? ഇൻഫ്ലുവൻസ് പറയാനായിട്ട് നമ്മുടെ ചെറുപ്പത്തിൽ മറ്റേ PG വുഡേഴ്സ് ഒക്കെ വായിക്കില്ലേ, അതൊക്കെയാണ് നമ്മുടെ ചെറുപ്പത്തിൽ മനസ്സിൽ കിടക്കുന്ന സാധനങ്ങൾ. പിന്നെ വലിയൊരു സ്വാധീനം നമ്മുടെ മാനസിയുടെ നാട്ടുകാരത്തി, മാനസിയുടെ അയൽവക്കക്കാരത്തി, വടക്കേക്കൂട്ടാല നാരായണൻകുട്ടി നായര്, അങ്ങനെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വാധീനം. അത് ബാല, നമ്മൾ തൃശ്ശൂർ, എന്റെ വലിയൊരു റിഗ്രറ്റ് എന്താണെന്നറിയോ, തൃശ്ശൂർ 5 വർഷം നിന്നിട്ടേ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ നായകനെ പോയി കണ്ടില്ല എന്നുള്ള സങ്കടമുണ്ട്. പക്ഷെ അത് രഘുനാഥിന്റെ ഒരു പുസ്തകം ഇറങ്ങിയില്ലേ, മറ്റേ മുക്തകണ്ഠം വീക്കേൻ, അത് വായിച്ചപ്പോ അത് മാറി കിട്ടി. എനിവേ, അത് വീക്കേനാണ് നമ്മുടെ വലിയൊരു നമ്മൾ ഫോളോ ചെയ്ത കഥകളൊക്കെ ഫോളോ ചെയ്ത് തമാശകളെ ഫോളോ, ആ ഭാഷയും വീക്കെൻഡിന്റെ ഭാഷ പിന്നെ പറയണ്ടല്ലോ, ഒരു ടോട്ടലി ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് ഭാഷയാണല്ലോ. പിന്നെ ഞാന് ഈ ആദ്യം എഴുതിയപ്പോ ഞാൻ എഴുതിയപ്പോ പ്രേമയില്ലേ, പ്രേമ ജയകുമാർ എന്ന് പറഞ്ഞ പണ്ടൊക്കെ ഈ മലയാറ്റൂരിന്റെയും മുകുന്ദനെയൊക്കെ പണ്ട് കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്ന അത് തന്നെ. നല്ല ഓർമ്മയുള്ളൂ. അപ്പൊ ആ പ്രേമയുടെ ഞാൻ കൊണ്ട് കൊടുത്തേ ആദ്യം എഴുതിയതേ. അപ്പൊ പ്രേമ എല്ലാം പച്ചയ്ക്ക് പറയുന്ന ആളാണ്. പ്രേമ പറഞ്ഞു വൊക്കാബുലറി വളരെ കുറവാണ്, പക്ഷെ ഉള്ളത് വളരെ ഒത്തന്റിക് ആണ്. അപ്പൊ അതായത് വളരെ ലോക്കലായിട്ടുള്ള കുമരകത്തെ ആ ലോക്കൽ ഭാഷയില്ലേ, അവിടുത്തെ സ്ലാങ്സ് എല്ലാം, അതുകൊണ്ട് അതിനൊരു ഒത്തന്റിസിറ്റി ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂ റൈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേമ നമ്മളെ പ്രോത്സാഹിപ്പിച്ച ആ സമയത്ത്. ഓക്കെ. അപ്പോ നിങ്ങൾ രണ്ടുപേരും പറയേണ്ട ഒരു കാര്യമുണ്ട്. മാധവിക്കുട്ടി പറയാറുണ്ട്, മാധവിക്കുട്ടി മലയാളത്തിലൊന്നല്ല പഠിച്ചത്. അപ്പൊ ആകെ 40 വാക്ക് എത്ര മാധവിക്കുട്ടിക്ക് അറിയാമായിരുന്നു. അതേപോലെ എന്നെ വെല്ലുവിളിക്കാൻ പറഞ്ഞ എനിക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും പോലെ എഴുതണമെന്ന് മോഹം ഉണ്ടായിരുന്നെങ്കിൽ അത് വീക്കേനെ പോലെ എഴുതണം സാധിക്കില്ല. അപ്പൊ നമ്മള് നിങ്ങളുടെ ഡീറ്റെയിൽ ആയുള്ള 1-2 കഥകളിലേക്കും അതുപോലെ എഴുത്തിന്റെ ശൈലിയിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടെ ഓഡിയൻസിന് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം, എന്നിട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റാണി, എന്തെങ്കിലും ചോദ്യം ഉണ്ടോ റാണിയുടെ സൈഡിൽ നിന്ന്? മ്യൂട്ടിലാണ് കേട്ടോ.
എനിക്ക് ജയന്തിന്റെ അടുത്ത് ചോദ്യം ആദ്യം ഞാൻ ചോദിച്ചിട്ട് പിന്നെ ചേച്ചിയുടെ അടുത്ത് ധാരാളം കാര്യങ്ങൾ ചോദിക്കാണ്ട് സമയമുള്ള പോലെ എല്ലാവരും ചോദിച്ചു കഴിയുമ്പോൾ ചോദിക്കാം. ഓക്കെ ആയിക്കോട്ടെ. ജയന്ത്, എൻ്റെ ഒരു സംശയം, ധാരാളം റെഫറൻസുകളാണ് ജയന്തിന്റെ ആർട്ടിക്കിൾസ് മുഴുവൻ. അപ്പോഴ് എനിക്ക് ഒരു 3-4 റെഫറൻസ് ഒരേ സ്ഥലത്ത് കണ്ടപ്പോൾ എനിക്ക് 2-3 മനസ്സിലായില്ല. ഞാൻ ഫുട്ബോൾ ഫാൻ അല്ല, അതുകൊണ്ട് മരഡോണയെ പറ്റിയുള്ളത് മനസ്സിലായില്ല. അങ്ങനെ അപ്പം ഞാൻ വിളിച്ചു, അപ്പൊ സാറിന്റെ കോമൺ മാൻ കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില റെഫറൻസുകൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അത് പോട്ടെ. പിന്നെ ചിലതൊക്കെ മിക്ക ലേഖനങ്ങളും നമുക്കങ്ങ് ഹൃദയത്തിൽ നിന്ന് വന്നതാണെന്ന് തോന്നും. ആ പ്രതിഷ്ഠ ഇസ് സോ നാച്ചുറൽ. ആൻഡ് അതിൽ 1-2 സെന്റൻസും ഉണ്ട് അതിൽ തന്നെ. എന്താ ഗോവിന്ദൻകുട്ടി ബിജുവിനും ഒക്കെ ഈശ്വരന്റെ അനുഗ്രഹമോ ഭാഗ്യമോ എന്തോ ഉണ്ടെന്നൊരു സെന്റൻസ് എഴുതുന്നുണ്ട് അവിടെ ഇവിടെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു സംശയം കോമൺ മാനെ പറ്റി തോന്നി ചില ആർട്ടിക്കിൾ വായിക്കുമ്പോൾ. പക്ഷെ ചിലത് വായിക്കുമ്പോൾ ആ സംശയമേ ഇല്ല. ആൻഡ് ഇറ്റ് ടച്ചസ് യുവർ ഹാർട്ട്. ആൻഡ് പിന്നെ ഒരു കാര്യം കൂടെ, വൊക്കാബുലറി ഇംഗ്ലീഷും മലയാളം പ്രേമ എന്ത് പറഞ്ഞാലും ശരി. ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഫാന്റാസ്റ്റിക്. ഞാൻ വലിയ മലയാളവും ധാരാളം വായിക്കുന്ന ആളാണ്. ഇത് രണ്ടിലും ഇത്രയും പ്രൊഫിഷ്യൻസി എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് വലിയ അത്ഭുതമായി. ഓ, താങ്ക് യു. അത് ഞാന് അപ്പനും അമ്മയും വായനക്കാരാണ് കേട്ടോ. രണ്ടുപേരും വായിക്കുന്നവരാണ്. ഇംഗ്ലീഷും മലയാളം രണ്ടും വായിക്കുന്നവരാണ്. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാര്യം പിന്നെ ഈ ചുറ്റുപാടും വളർന്നു വരുമ്പോഴേ എനിക്ക് തോന്നുന്നത് എനിക്ക് ചുറ്റുപാട് നടക്കുന്നത് കാണാനും കേൾക്കാനും ഒബ്സർവ് ചെയ്യാം. ബേസിക്കലി അതല്ലേ, ഒബ്സർവ് ചെയ്യുന്നൊരു നേച്ചർ ഉണ്ടായിരുന്നു പണ്ട് പോലെ. ബേസിക്കലി ഞാനൊരു ഇൻട്രോവേർട്ടാന്ന് പറയാം. അപ്പൊ ഇൻട്രോവേർട്ട് ആകുമ്പോൾ നമ്മൾ കുറച്ച് ക്വയറ്റ് അല്ലേ, കുറച്ച് വിഡ്രോൺ അല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമാണ് നമുക്ക്. നമ്മൾ ഇൻവോൾവ് ആകണ്ടല്ലോ, നമുക്ക് ചുറ്റുപാടുള്ളത് കാണാനും ഒക്കെ ഉള്ള ഇതുണ്ടല്ലോ. പിന്നെ വായനയുടെ സഹായം ഉണ്ടല്ലോ എപ്പോഴും. നമ്മളെപ്പോഴും റാണി എപ്പോഴും നമ്മുടെ സ്വന്തമാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഇൻഫ്ലുവൻസ്ഡ് ആണല്ലോ ബൈ വാട്ട് ഐ റെഡ്, വാട്ട് ഐ സോ, അങ്ങനെ മൂവീസോ അങ്ങനെയുള്ള എപ്പോഴും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. അതിന്റെ എല്ലാം കൂടെ ഒരു കൊളാഷ് ആണല്ലോ നമ്മൾ എഴുതി വരുമ്പോഴേ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? രണ്ടുപേരോടും. Yeah, I would like to ask Jayant Chattan, Jayant sir, do you also write poetry or you write only stories? ഇല്ല, ജസ്റ്റ് കഥകൾ മാത്രമേ ഉള്ളൂ. കഥകളും ലേഖനങ്ങളും മാത്രമേ ഉള്ളൂ ചിത്ര. പോയട്രി നമുക്ക് ഒട്ടും യാതൊരു രക്ഷയില്ലാത്ത സാധനം. Okay. And Manasi Chechi, I will ask you questions after we discuss some more of your stories. Okay. So then ആർക്കും ഇപ്പൊ ചോദ്യം ഇല്ലെങ്കിൽ എന്റെ പേര് റോയ്. ഞാനാണ് ജയന്ത് പറഞ്ഞ റോയ്. മലയാളം ഇയാൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു തെറ്റ് ചെയ്തതിന് ഞാൻ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമിച്ചിരിക്കുന്നു. ഇതിന്റെ അകത്ത് ജയന്ത് പറഞ്ഞൊരു സത്യമാണ്. ജയന്ത് ആദ്യമായിട്ട് ഒരു സാധനം മലയാളം പത്ര ഓഫീസിലേക്ക്, ഇത് ഞാൻ 25 വർഷം നടത്തിയ പത്രമാണ്, ആ പത്രത്തിലേക്ക് അയച്ചു വരികയാണ്. ഇത് വായിച്ച് ഞാൻ അങ്ങ് ഇരുന്നിട്ട് ഞാൻ ജയന്തിനെ വിളിക്കുകയായിരുന്നു ചെയ്ത്. ഞാൻ പറഞ്ഞു ജയന്ത്, നിങ്ങളുടെ നല്ല ലാംഗ്വേജ് ആണ്, കീപ്പ് ഓൺ, എഴുതി അയക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ച് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് രാജു മൈലപ്രയുടെ കോളം ചെയ്യുന്ന പോലെ തന്നെ ജയന്ത് മാസത്തിൽ 1 വെച്ച് അസാധ്യമായിട്ട് ഇത് അമേരിക്കൻ മലയാളികൾക്കിടയിൽ ജയന്ത് ഒരു കുമരകംകാരൻ അസാധ്യമായിട്ട് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അസാധ്യ ലാംഗ്വേജ്, നല്ല വാക്കുകൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജയന്തിന്റെ കഥകളുടെ ക്ലൈമാക്സ് പുള്ളി കൊണ്ടങ്ങ് വെക്കുന്ന ഒരു രീതിയുണ്ട്. അപാര കഴിവുള്ള എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ഇപ്പോഴും ഞാനും ജയന്തുമായിട്ട് ആ ബന്ധം മുന്നോട്ട് പോകുന്ന പുള്ളി എന്ന് ന്യൂയോർക്ക് വഴി വന്നാൽ ഇവിടെ വരികയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. നല്ല കഴിവുള്ള ജയന്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ മാനസി, തിരുവിലാമലയിൽ എനിക്ക്
ഏറ്റവും വലിയൊരു ഒരു ഒരു തമാശ സംഭവം ഉള്ളത്, എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു പഴയ പൊൻകുന്നം വർക്കിയുടെ ഇളയ മകൻ സണ്ണി. എനിക്കൊരു ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴാണ് പുള്ളി അവിടെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ സണ്ണിയുടെ സിസ്റ്ററിനെ കെട്ടിച്ചിരിക്കും തിരുവില്ലാമല ചേലക്കരയിൽ. അപ്പൊ സണ്ണിക്കൊരു ഭയങ്കര താല്പര്യമായിരുന്നു വീക്കെൻഡിനെ പോയി കാണണം. അപ്പൊ വീക്കെൻഡിനെ കാണാൻ വീട്ടിൽ പോവുകയും, അപ്പൊ വീക്കെൻഡിന്റെ ഫ്രണ്ട് ഡോർ 4 ഡോറാണല്ലോ. ഇവൻ ബെല്ലടിക്കുകയോ കൊട്ടുകയോ ചെയ്തപ്പോ താഴത്തെ ഡോറ് തുറക്കാതെ മുകളത്തെ ഡോർത്ത് വീക്കെൻഡ് തോർത്തൊക്കെ കൊടുത്ത് വന്നിട്ട് ചോദിച്ചു, ആരാ? അപ്പൊ പറഞ്ഞു, ഞാൻ പൊൻകുന്നം വർക്കിയുടെ മകനാണ്, എന്തിനാ വന്ന്? വീക്കെൻഡ് ഒന്ന് കാണാൻ. കണ്ടില്ല, ഇനി പൊക്കോളാം. അപ്പൊ അതാണ് പ്രാക്ടിക്കൽ ജോക്ക്. അപ്പൊ ഇവൻ തിരിച്ച് കോളേജിൽ വന്നപ്പോ ഞങ്ങൾ എല്ലാവരുടെ പിന്നെ ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതാണ് എനിക്ക് തിരുവില്ലാമലയായിട്ട് ഞങ്ങൾ നേരിട്ടുള്ള ഒരു അനുഭവം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റോയ്. ബാലാങ്കിൾ, ഇത് ലക്ഷ്മിയാണ്. എനിക്കൊരു ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മാനസി പറയൂ. മാമിന്. ആ മാനസി മാം പറഞ്ഞു എത്ര കൺസർവേറ്റീവ് ആയിരുന്നു when you were growing up and you were writing. There were a lot of restrictions. അതിന്റെ ഐറണി ഞാൻ മനസ്സിലാക്കുന്നത്, കേരളം ഒരു മാട്രിലിനിയൽ സൊസൈറ്റി ആയിട്ടും മാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ടും how it is so difficult for women to be empowered to speak their mind and to give voice to what they are feeling. I'm just wondering, ma'am, how did you manage that contradiction, and do you think there is such a contradiction ഇപ്പോഴും കേരളത്തിൽ? ഞാൻ ചോദിച്ച മനസ്സിലായോന്ന് എനിക്കറിയത്തില്ല. I can rephrase. ഞാൻ ആക്ച്വലി ഒരു മാട്രിയാർക്കൽ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞാൽ നമ്മൾക്ക് പുറമെ സ്ത്രീകൾക്ക് കുറേയും കൂടിയിട്ട് സ്വാതന്ത്ര്യമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ മാട്രിയാർക്കൽ ഫാമിലീസ് പൊതുവെ. അപ്പോ ആ അർത്ഥത്തിൽ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വായിക്കുമായിരുന്നു ധാരാളം. എന്നെ വായിക്കാൻ നിർബന്ധിക്കുമായിരുന്നു. പിന്നെ വായിക്കാൻ നിർബന്ധിക്കുമായിരുന്നു വീട്ടിലുള്ള എല്ലാവരും. ഞങ്ങൾ അക്ഷരശ്ലോകം ചൊല്ലുമായിരുന്നു. അക്ഷരശ്ലോകം ചൊല്ലുമ്പോൾ കുട്ടികളെ കൊണ്ടുകൂടി പങ്കെടുപ്പിക്കുന്നത് കാരണം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ കുമാരനാശാനെയും വള്ളത്തോളിനെയും ഒക്കെ പരിചയപ്പെടുന്നത്. തന്നെ ഉള്ളൂരിനെയൊക്കെ ഉള്ളൂരിന്റെ പദ്യങ്ങളാണ് എപ്പോഴും അക്ഷരശ്ലോകത്തിന് നമ്മൾ പഠിക്കേണ്ടി വരിക. എനിവേ, പക്ഷെ ഞാൻ ഇത് ആദ്യം പറഞ്ഞ പോലെ എനിക്ക് എഴുതണമെന്ന് തോന്നിയാൽ ഈ ലോകം മുഴുവനും എന്നെ തടുത്താലും ഞാൻ എഴുതും. അത് എവിടുന്നാണ് ഈ ധൈര്യം വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചിട്ട് ആ സമയത്ത് ഞാൻ ബോധവതിയേ അല്ല. ആക്ച്വലി ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരിക്കലും, ഞാൻ ബോംബെയിലുള്ളപ്പോഴാണ് ഒരു കഥ എഴുതണമെന്ന് തോന്നി. അത് രാത്രി വളരെ ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു സ്വപ്നം കണ്ടിട്ട് ഉണർന്നതാണ്. ഉണർന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കിന്ന് ഭയങ്കര ക്ഷീണം തോന്നുന്നു, ഒരു ചായ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ ഈ പുരുഷനോട് ചായ ഉണ്ടാക്കാൻ പറയുക എന്നുള്ളത് തന്നെ വലിയൊരു അഹങ്കാരാണ്. അപ്പൊ ഇന്നത് മനസ്സിലാവില്ല, ഒരു പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പൊ അത് ചെയ്തപ്പോ ഞാനോ എന്നായിരുന്നു ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയി പാല് തിളപ്പിച്ച് നിൽക്കുമ്പോൾ, പക്ഷെ എനിക്ക് എന്തായാലും എഴുതിയേ പറ്റൂന്ന് അറിഞ്ഞു. പാല് പകുതി തിളപ്പിച്ചിട്ട് പോയിരുന്നു. അത് ഓഫ് ചെയ്തിട്ട് ഞാൻ പുസ്തകവും പേനയും എടുത്തിട്ട് ഞാൻ പോവുകയാണ്, ടെറസിലേക്ക് പോവാണ്. ടെറസിലേക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ആ കഥ എഴുതുന്നത് രാജകുമാരിയുടെ വാൾ എന്നുള്ള കഥയാണ്. അത് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പൊ വാതിൽ പൂട്ടി കിടക്കുന്നു വീട്ടില്. എനിക്കൊരു മകനുണ്ട്, അവന് 2.5 വയസ്സ് 3 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എവിടെയാണ്. അപ്പൊ ഞാൻ അടുത്ത വീട്ടിലാണ് ചാവി കൊടുക്കുക. ചാവി വെച്ചപ്പോ അവിടെ ഒരു വലിയമ്മ വെച്ചു, അമ്പലത്തിൽ പോണെങ്കിൽ പറയാമായിരുന്നില്ലേ മാനസി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മിനിറ്റ് നിന്നു. ഞാൻ പറഞ്ഞു, അല്ല, അമ്പലത്തിൽ പോയി വൈകി, അതാണ് എന്ന് പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞിട്ട് കുട്ടിയെടുത്തു, ഞാൻ തിരിച്ചു വന്നു. ഞാൻ ഈ പറയണത് എന്താന്ന് വെച്ചാൽ, ഈ ആ സമയത്ത് ഇതും കൊണ്ട് ടെറസിലേക്ക് പോയിട്ട് 2 മണിക്കൂർ ഞാൻ ആ കഥ എഴുതി തീരുന്നത് വരെ എൻ്റെ മനസ്സിൽ എൻ്റെ കുടുംബമോ എൻ്റെ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല, ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ സത്യം പറയാല്. അതല്ല എൻ്റെ പ്രയോറിറ്റി. ആ സമയത്ത് കഥ എഴുതുക, അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ ലോകം അല്ലെങ്കിൽ വായനക്കാരൊന്നും എൻ്റെ മുമ്പിൽ ഇല്ല.
Mm-hmm. എന്നെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ അത് മാത്രമേ വഴിയുള്ളൂ. നമ്മൾ പറയില്ലേ ഒരു പെടയല്, ആ പെടയലാണത്. സത്യത്തെ എന്നോട് ചോദിച്ചാൽ എഴുത്ത് എന്താ ചോദിച്ചാൽ ഒരു പെടയലാണെന്നാണ് ഞാൻ പറയുക. അതൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നും. ഇനി പാട്രിയാർക്കിയെ കുറിച്ചിട്ടാണെങ്കിൽ ഫ്യൂഡൽ കുടുംബങ്ങളിലൊക്കെ പാട്രിയാർക്കി അങ്ങേ അറ്റം അന്ന് നിലനിന്നിട്ടുണ്ട്. ഈവൻ മാട്രിയാർക്കൽ ഫാമിലീസിൽ, മാട്രിലീനിയൽ ആയിട്ടുള്ള ഫാമിലീസിൽ അന്നുണ്ട്. അച്ഛന് പകരം അമ്മാവന്മാരായിരുന്നു, അതെന്നുള്ള കുറച്ച് വ്യത്യാസമുണ്ട്. പ്ലസ് ഇന്ന് ഇതേപോലെ തന്നെ എത്ര 100% സാക്ഷരത എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിലെ എൻ്റെ അടിയൊഴുക്ക് പാട്രിയാർക്കിയാണ്. വളരെയധികം രൂഢമൂലമായി തന്നെ പാട്രിയാർക്കിയുടെ മൂല്യബോധങ്ങളെ അങ്ങേയറ്റം മാനിക്കുകയും കൊണ്ട് നടക്കുകയും കൊണ്ട് നടക്കാത്തവർ ധിക്കാരികളാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, ഒരു വലിയ സെക്ഷൻ നമ്മുടെ കേരളത്തെ സമൂഹത്തിലുണ്ട്. ആണും പെണ്ണും അടക്കം കേട്ടോ. പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നും പ്രത്യേകതയൊന്നുമില്ല. പെണ്ണുങ്ങളായതുകൊണ്ട് പാട്രിയാർക്കിയിൽ വിശ്വസിക്കില്ല എന്നില്ല. ആക്ച്വലി എന്താണ് പാട്രിയാർക്കിയുടെ എതിരുള്ള ഒരു സംഗതി? ഇറ്റ്സ് ഓൺലി എ സ്കൂൾ ഓഫ് തോട്ട്. ഒന്ന്, ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള മൂല്യങ്ങൾ അനുസരിച്ചിട്ട് സ്ത്രീകളെ വീട്ടിനകത്ത് വയ്ക്കണോ, സമൂഹം പണ്ടേ തന്നിട്ടുള്ള റോൾ പ്ലേയിങ് അതേപോലെ ചെയ്യണോ, അതോ അവരെ വളരാൻ, അവരുടെ വ്യക്തിത്വത്തിന് വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണോ? ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീയെ നിങ്ങൾ കാണുന്നു. ഇത് മാത്രമാണ് സത്യത്തിൽ ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മാത്രമാണ് ഇത്. ഈ ഫെമിനിസം എന്നോ അല്ലെങ്കിൽ പെണ്ണെഴുതെന്നോ ഒക്കെ പറയുന്നതിന്റെ അടിസ്ഥാന ഘടകം അതാണ്. ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടുകൾ തമ്മിലുള്ള ക്ലാഷ് ആണുള്ളൂ. ഇത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ക്ലാഷ് അല്ല, രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് തമ്മിലുള്ള ക്ലാഷ് ആണ്. അപ്പൊ അത് വളരെ രൂഢമൂലമായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഞാൻ വിചാരിക്കുന്നു എന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു എന്ന്. പറഞ്ഞു, ഡെഫിനറ്റ്ലി പറഞ്ഞു. വളരെ പവർഫുൾ ആയിരുന്നു കേൾക്കാൻ മാനസി മാം. താങ്ക് യു. Anyone else? മാനസി ചേച്ചിയോട് ഒരു ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? Yes, രാജീവ്. അത് എഴുതി തുടങ്ങുമ്പോ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എഴുതി എത്തി അവസാനത്തെ വരവും വരെ എഴുതി അവസാനിപ്പിക്കുന്നു പറഞ്ഞു. അത് അൺയൂഷ്വൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം യുനോ എഴുതുന്നതിനുള്ള എത്രമാത്രം ശ്രമവും അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ബ്രേക്ക് ചെയ്ത് പിന്നീടൊക്കെ എഴുതി അവസാനിപ്പിക്കാനുള്ള അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോ ആ കോണ്ടെക്സ്റ്റിൽ എത്ര സമയം എടുക്കും ചേച്ചി ഇങ്ങനെ ഒരു കഥ എഴുതാൻ ഒറ്റ സ്ട്രെച്ചിൽ എന്ന് പറയുമ്പോൾ? അത് പറയാൻ പറ്റില്ല. കഥ ആദ്യത്തെ വാചകം എഴുതി കഴിഞ്ഞാൽ എത്ര കഥയ്ക്ക് ഇങ്ങനെയാണോ എടുത്തു പോകുന്നത് വെച്ചാൽ അവസാനം വരെ ഞാൻ എഴുതും. കാരണം മനസ്സിന്റെ ആ പിരിമുറുക്കം, ഞാൻ അക്യൂട്ട് ഡിപ്രഷനിലുള്ളപ്പോഴാണ് എഴുതാറ്, അപ്പോഴേ എഴുതാൻ പറ്റാറുള്ളൂ. അപ്പോ ആ സ്പാൻ എത്ര നിൽക്കും എന്നുള്ളത് അനുസരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കഥ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് നമ്മൾ ക്ലീശ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രസവം കഴിഞ്ഞ മറ്റെന്നൊക്കെ പറയാം, അതല്ല. പക്ഷേ അതിന് കഴിഞ്ഞിട്ട് എന്നോട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരു വാചകം എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വാചകം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ട്രാൻസ് ആണത്. ആ ട്രാൻസില് എന്ന് തന്നെ, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ബോധപൂർവം അല്ല, അബോധപൂർവമായ അതിനൊരു എലിമെന്റ് ഉണ്ട്. പ്ലസ് ഞാൻ അറിയാത്ത ഒരു മാനസി ഇതിൽ കൈകടത്തുന്നുണ്ട്. കാരണം ഞാൻ ബോധപൂർവം ആലോചിക്കാത്ത വാക്കുകളും വാചകങ്ങളും എഴുത്തിൽ വരാറുണ്ട്. കാണാത്ത അനുഭവങ്ങളെ കുറിച്ചിട്ട് എഴുതാൻ പറ്റാറുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളതിന് എനിക്ക് ഉത്തരമില്ല. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്, ഇത് വളരെ അപൂർവമായിട്ടുള്ള അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഒരു നോവൽ എഴുതാൻ കഴിയാതിരുന്നത്. പറ്റില്ല, അത്രയും കാലം ആ സ്പാൻ. വലിയ സ്റ്റാമിന വേണം, കുറേ ദിവസങ്ങൾ അതിന്റെ ഇടയിൽ ഞാൻ നോർമൽ ആവുമല്ലോ, അത് പറ്റില്ല, അത് പോയി. അതുകൊണ്ടാണത്. അപ്പൊ അത് ഇതൊരു സൈക്കാട്രിക് സ്റ്റഡിക്ക് വരെ ഒരിക്കലും വിധേയ ആയിട്ടുണ്ട് ഞാൻ. അതായത് ഞാൻ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് 3 സൈക്കാട്രിസ്റ്റുകൾ അങ്ങനെ. പക്ഷെ ഇത് ലേഖനം എഴുതുമ്പോൾ എനിക്ക് വ്യത്യസ്തമാണ് കേട്ടോ. ലേഖനം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ എഴുതാറ്, പക്ഷെ ലേഖനം എഴുതുമ്പോൾ എനിക്കത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞാലും പിന്നീട് ചെയ്യാൻ പറ്റും. ലേഖനം എഴുതാൻ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. താങ്ക് യു ചേച്ചി, വെരി ഇൻട്രസ്റ്റിംഗ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു
മാനസിക അവസ്ഥയിലാണ് ഞാൻ എഴുതുന്നതെന്ന് മാത്രമാണ് എനിക്ക് അതിനുള്ളൊരു ഉത്തരം പറയാനുള്ളത്. മാനസിക അപ്പൊ അതിന് നമ്മൾ മ്യൂസ് എന്നൊക്കെ പറയില്ലേ, മ്യൂസ്. ആ ഐ വാസ് ഹിറ്റ് ബൈ ദ മ്യൂസ്, ആ അല്ലെ സരസ്വതി വരിക എന്ന്. അതെ അങ്ങനെ ഒരു കണക്ടിവിറ്റി ഇങ്ങനെയാണ്. വരും. അതെ അതെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു നോട്ടോ ഒരു വാക്കോ ഒക്കെ ആവാം ഇത് ട്രിഗർ ചെയ്യണത്. ആ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതണം തോന്നിയാൽ ആ പേന എടുത്ത ഒരു കടലാസിൽ തുടങ്ങിയാൽ പിന്നെ എന്നെ ഒരാൾക്ക് അവിടുന്ന് എണീപ്പിക്കാൻ പറ്റില്ല. അത് ആക്ച്വലി കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആലോചിക്കാലോ. അതെ, ഞാൻ ചോറ് വെക്കില്ല, ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കില്ല. അത് ആ സമയത്ത് ഞാൻ അല്ലാത്ത ഒരാളാണ് ഞാൻ, അത്രേ പറയാൻ പറ്റൂ എനിക്ക്. അപ്പൊ ഒരു ചെറിയ അതുകൊണ്ട് സംശയം, ക്രിയേറ്റീവ് റൈറ്റിംഗിൽ മാത്രമാണ് കേട്ടോ അത്. ഒരു ചെറിയൊരു സംശയം. ചേച്ചി ആ ചർച്ചിൽ പോയിരുന്ന് എഴുതിയപ്പോ മോനെ കണ്ടില്ലല്ലോ 2 മണിക്കൂർ. അപ്പം തിരിച്ചു വന്ന് മോനെ എടുക്കുമ്പോ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഗിൽറ്റ് തോന്നിയോ? അങ്ങനെ വല്ലതും? ഗിൽട്ടൊന്നും തോന്നിയില്ല. അല്ല, ക്രിയേറ്റിവിറ്റിയുടെ ഇന്റൻസിറ്റിയെ പറ്റി ഞാൻ അതെ, ആലോചിക്കുകയായിരുന്നു. അത് മനസ്സിലായിരുന്നു. അതെ, അതാ എഴുതി കഴിഞ്ഞ ഉടനെ ഞാൻ വളരെ റിലാക്സ്ഡ് ആയി. മനസ്സിലായോ? അത് എങ്ങനെയാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ക്ലിഷയുടെ വാക്ക് ഉപയോഗിക്കാൻ, നമുക്ക് പ്രസവം കഴിഞ്ഞ ഒരു അനുഭവം എന്നുള്ള പോലെയാണ് എൻ്റെ വേദനകളിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് നോർമലായിട്ട് വരുമ്പോൾ എനിക്കറിയാം അത് ലോജിക്കലിയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഭർത്താവ് ഓഫീസിൽ പോയിട്ടുണ്ട്, ഭർത്താവ് കുട്ടിയെ എവിടെ ആക്കിയിരിക്കും, അടുത്ത വീട്ടിലേ ആക്കിയിരിക്കാൻ സാധ്യതയുള്ളൂ. അവിടുത്തെ അത് വളരെ നോർമൽ ആയിട്ടുള്ള സീക്വൻസിലാണ് ആലോചിക്കുന്നത്. അപ്പൊ അവിടുന്ന് വരുമ്പോൾ പറയുന്നത് ഇതാണ്. അപ്പൊ അറിയാലോ, ഈ പ്രാന്ത് വന്നിട്ട് എഴുതാൻ ടെറസ് പോയി എന്നൊന്നും ഭർത്താവ് ആരോടും പറയില്ലല്ലോ. അപ്പൊ അത് കാരണം ഒരു പരിധി വരെ ഒരു പ്രാന്ത. പണ്ട് MP നാരായണപിള്ള പറയും, ഒരു ഭ്രാന്തിന് കൂടെയുള്ള ഒരു നടപ്പാണ് ആ ലൈനാണ്, ആ ഒരു റോപ്പ് വാക്ക് പോലെയാണ്. അങ്ങനെയാണ്. അപ്പൊ അത് കാരണം എനിക്ക് ഗിൽറ്റ് ഒന്നുമില്ല, കാരണം സന്തോഷാണ്. എന്താ അറിയോ, എനിക്കിത് എഴുതിയില്ലോ, ഐ ജസ്റ്റ് ഗോട്ട് ഇറ്റ് ഔട്ട് ഓഫ് മൈ സിസ്റ്റം. അതൊരു ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെ എനിക്കത് പറയാൻ പറ്റൂ. നമുക്ക് ചേച്ചിയുടെ എഴുത്തിനെ പറ്റി തന്നെ ഒന്നുകൂടെ അകാലമായിട്ട് പോവാം. കഥകള്, ഈ മഞ്ഞിലെ പക്ഷി എന്നുള്ള കഥാസമാഹാരത്തിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് നൽകിയത്. അതിലെ കഥകൾ എനിക്ക് തോന്നിയത് എല്ലാം തന്നെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള, വളരെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന, ഒന്നിനൊന്നോട് യാതൊരു സാദൃശ്യവുമില്ല. പക്ഷെ ആ സെൻട്രൽ തീം ഇസ് ദ സെയിം. ആ മനസ്സിന്റെ ഉള്ളിലെ പ്രതിഷേധം പല രീതിയിൽ പുറത്തു വരുന്ന പോലെ തോന്നി. പക്ഷെ ഈ കഥാസമാഹാരത്തിൽ ചേച്ചിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വളരെ അക്ലെയിംഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കഥകൾ ഒന്നോ രണ്ടോനെ പറ്റി, അതിന്റെ സാഹചര്യമോ അല്ലെ അത് എഴുതിയ രീതികളോ അങ്ങനെ ഒന്ന് പറയാമോ ഞങ്ങളോട്? അതിലൊന്ന് ദേവി മഹാത്മ്യ ആയിരിക്കും, പിന്നെ ഒന്ന് ശീലാവതി ആയിരിക്കും. ഉണ്ടല്ലേ, ദേവി മഹാത്മ്യത്തിലുണ്ടല്ലോ, ഉണ്ടാവണം. അതിന്റെ അവസാനത്തെ ബുക്കാണ്, അവസാനത്തെ കഥയാണ് ദേവി മഹാത്മ്യം. അതെ അതെ. ഏറ്റവും അതിൽ അക്ലെയിംഡ് ആയിട്ടുള്ള കഥ ശീലാവതി ആയിരുന്നു. ഇൻഫാക്ട് അത് എഴുതിയ കാലത്ത്, ആ കൊല്ലത്തില് മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും നല്ല കഥയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ശീലാവതി. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് വളരെ വ്യത്യസ്തമായിരുന്നു. എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ദേവിക ഇത് എഴുതിയപ്പോ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. മാനസി, ഞാനത് MA പഠിക്കുമ്പോഴാണ് വായിക്കുന്നത്. ഞാന് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാൻ ഓടി എന്നാണ് പറഞ്ഞത് ഈ ശീലാവതി എഴുതിയിട്ട്. അതാണ് ശീലാവതി വായിച്ചത്. അത് ഒന്നാമത് എൻ്റെ ട്രീറ്റ്മെന്റ് വളരെ വ്യത്യസ്തമായിരുന്നു. പിന്നെ മിത്തിനെ ആണ് ഞാൻ തകർത്തത്. ഒരു വലിയ മിത്തിനെ ആണ് ഞാൻ കൈകാര്യം ചെയ്തത്. എഴുതിയിട്ടുള്ള ലാംഗ്വേജ് വളരെ വ്യത്യസ്തമായിരുന്നു. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു നിർത്തുന്നത്, ഒരു കൊട്ടാര നർത്തകി ആയാലും ഭാര്യ ആയാലും ഒക്കെ ഒരേ റോളിൽ തന്നെയാണ് നിങ്ങൾ അവസാനിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് അവസാനത്തെ വാചകം പറഞ്ഞത്, അവളുടെ പേരെന്താണ്, എന്നിട്ട് ആ കൊട്ടാര നർത്തകി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അവളുടെ അല്ല അവരുടെ, വിത്ത് റെസ്പെക്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറ്റോട് പറയണതാണ് ശീലാവതി. മറ്റ് രണ്ടുപേരും ഈക്വലാണ് ശീലാവതിക്ക്. അതാണ് പറയാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷേ അത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു എനിക്ക്. ഈ മിത്തുകളിലൂടെയാണ് നമ്മൾ പറയില്ലേ, രൂപേണ ലക്ഷ്മി ക്ഷമയാ ധരിത്രി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പഠിപ്പിക്കുന്നത്.
ഈ ക്ഷമയാ ധരിത്രി പറഞ്ഞിട്ടാണല്ലോ സ്ത്രീകളെ മുഴുവന് ഒരു പരിധിവരെ കുലീനകളാക്കി വെച്ചത്. അങ്ങനെ അപ്പൊ അതിനെ ഒന്ന് തകർക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അത് ഏറ്റവും ഹാൻഡി ആയിട്ടുള്ള ഒരു കഥയായിട്ടാണ് അല്ല മിത്തായിട്ടാണ് ശീലാവതി എനിക്ക് വന്നത്. പക്ഷെ അതിന്റെ ഫോർമാറ്റിന് ഞാനിപ്പോ ഇത് എഴുതിയത് പറയണേ, അതിന്റെ ആദ്യത്തെ ഒരു വാചകം തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അതിൽ പലയിടത്തും ഈ വന്നത് എങ്ങനെയാണ് ആ ഫോർമാറ്റ് എനിക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതാണ് ഞാൻ ആദ്യമൊക്കെയും പറഞ്ഞത്. ആ ഫോർമാറ്റ് വളരെ വ്യത്യസ്തമാണല്ലോ. ഈ ജുക്സ്റ്റപോസ് ചെയ്യുന്നുണ്ട് പഴയ കാലം ഇന്നത്തെ കാലം. ശീലാവതിയെ കുറിച്ച് പറഞ്ഞു പിന്നെ ഞാൻ പറയണത് അടുത്ത വീട്ടിലെ രാമൻ നായർ ഇത്ര കാറ് സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സോ ഈ കാലങ്ങളെ അങ്ങേയറ്റം ജുക്സ്റ്റപോസ് ചെയ്തിട്ട് എഴുതാനും ശീലാവതി റിയൽ ആണോ മിത്താണോ എന്ന് വലിയ കഥയ്ക്ക് തിരിച്ചറിയാത്ത വിധമുള്ള ഒരു ട്രീറ്റ്മെന്റിൽ കൂടെ വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. അത് വളരെ അക്ലെയിംഡ് ആയിരുന്നു. അതൊന്ന്. പിന്നെ ദേവി മഹാത്മ്യം ശരിക്ക് ശീലാവതിക്ക് മുമ്പേ എഴുതിയിട്ടുള്ള കഥയാണ് ദേവി മഹാത്മ്യം. അത് ബോംബെയിലെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. അതിൽ എഴുതിയ പോലെ തന്നെ ഒരു മഹാരാഷ്ട്രീയൻ മൂന്നാമത് കല്യാണം കഴിക്കാൻ വരുമ്പോൾ മറ്റ് രണ്ട് സ്ത്രീകൾ എന്തായിരിക്കും ആലോചിക്കുക എന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്. എങ്ങനെയാണ് മൂന്നാമത്തെ സ്ത്രീ ആർക്കും ഒന്നും നിഷേധിക്കാനുള്ള അധികാരമില്ല. ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല അതിന്റെ അണ്ടർ കറന്റ് എന്താണ് അവർ പറയുന്നത്, പെൺവാഴ്ച കുടുംബത്തിന് നല്ലതല്ല, അതുകൊണ്ട് എനിക്കൊരു പുത്രനെ കിട്ടാൻ ഞാൻ നിർഭാഗ്യവാനായ ഞാൻ മൂന്നാമതും കല്യാണം കഴിക്കുകയാണ് എന്നാണ് മാർവാടി പറയുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപക്ഷെ ഈ മാട്രിയാർക്കലായിട്ടുള്ള കുടുംബങ്ങളിൽ ഉണ്ടായില്ല. അതല്ലെങ്കിൽ ഒരാൺകുട്ടിക്ക് വേണ്ടിയിട്ട് വല്ലാതെ മോഹിക്കുന്ന കുടുംബങ്ങളാണ്. അതാണ് ലീനിയേജ്, പാട്രിയാർക്കി അതാണല്ലോ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് സ്ത്രീകളെ ഒരുപാട് തവണ പ്രസവിപ്പിക്കുന്നവരുണ്ട്, ഒരുപാട് തവണ വേറെ കല്യാണം കഴിക്കുന്നവരുണ്ട്. അപ്പൊ അത്ര ഒരു സന്ദർഭത്തിൽ ആ സ്ത്രീകളെ ഞാൻ അവിടെ പോയിരുന്നു ആ മൂന്നാമത്തെ കല്യാണത്തിന്. അപ്പോൾ ആ സമയത്ത് ആ മറ്റേ സ്ത്രീകളുടെ ഭാവം എന്താണ് എന്നുള്ളത് തികച്ചും ഭാവനയാണ്. എൻ്റെ മുമ്പിൽ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. അതാണ് അതിൻ്റെ പശ്ചാത്തലം. പക്ഷെ എത്രമാത്രം നിങ്ങൾക്ക് അവരൊന്നും ഒരക്ഷരം വേണ്ടിയിട്ടില്ല ആ കല്യാണ സമയത്ത്. ഇൻഫാക്ട് അതിൽ തന്നെ പറയുന്ന പോലെ മൂത്ത ഭാര്യയാണ് ഈ മൂന്നാമത്തെ ഭാര്യയെ മണിയറയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായിരിക്കും അവരുടെ മനസ്സ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കഥ എഴുതിയത്. അതെല്ലാം ഈ പാട്രിയാർക്കൽ വാല്യൂസിനെ അതിലൊരു വീണ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, ബാല്യക്കാരിയായിട്ടുള്ളത്. അതെ ആ മകനെ എടുത്തുകൊണ്ട് പോകണാണ്. അപ്പോൾ കുട്ടി എപ്പോഴും അച്ഛന്റെ സ്വത്താവുകയും അമ്മയ്ക്ക് അതിൽ യാതൊരു പങ്കും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് ആ വീണ വരുന്നത്. അതിലാകെ ഒരു വാചകം ഞാൻ പറയുന്നുണ്ട്, ഞങ്ങൾ എൻ്റെ ചിറകുകളെല്ലാം തരാം, വീണയ്ക്ക് അവളുടെ കുട്ടിയെ തിരികെ കൊടുക്കൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ അവസാനം വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് പറയണത്, കുങ്കുമവും ഒക്കെ മഞ്ഞളും ഒക്കെ കയ്യിൽ വാങ്ങി ഞാൻ അങ്ങനെയാണ് ഒരു ദേവിയായത് എന്ന്. നിശബ്ദതയിലൂടെ അതികഠിനമായ സംഘർഷങ്ങളിലൂടെ കടക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാൻ അനുവദിക്കപ്പെടാത്ത സ്ത്രീ ജന്മങ്ങളുടെ പലപ്പോഴും ഇരന്ന് ജീവിക്കേണ്ടി വരുന്ന, എതിർക്കാൻ ഒരു സ്പേസും ഇല്ലാത്ത സ്ത്രീ ജീവിതങ്ങളുടെ നരകതുല്യമായിട്ടുള്ള, എന്നാൽ പട്ടുടുക്കും കസവുടുക്കും ഒക്കെ ചെയ്യും കേട്ടോ ഇവരൊക്കെ. എല്ലാവരും ചിരിക്കും. അതിലൊരു ഇതിൽ പറയണ്ട ചിരിയെ കുറിച്ചിട്ട് ഞാൻ പറയണ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഈ സ്ത്രീകളെ ചിത്രീകരിക്കാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ സ്ത്രീ ഒരു ശരീരം മാത്രമല്ല. പണ്ട് മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, മാനസി ഈ നമുക്കും ഒരു തലയുണ്ടെന്ന് ഈ തലയില്ലാത്തവന്മാർക്ക് എന്താണ് മനസ്സിലാവാത്തത് എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കിയായിട്ടില്ല. അപ്പൊ അത് തന്നെയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. സ്ത്രീ ശരീരമല്ല, ശരീരം മാത്രമേ അല്ല. അപ്പൊ എന്നെ എഴുതരുതെന്ന് അമ്മ തടഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ ഏട്ടന് എല്ലാവിധ സ്വാതന്ത്ര്യവും വീട്ടിലുള്ളപ്പോൾ എനിക്കിതില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, അതാണ് ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഉള്ളിലും ധാരാളം അനീതികൾ നടക്കുന്നുണ്ട്. ഇവരൊക്കെ മാധവിക്കുട്ടിയെ പോലെ ഇത് എഴുതാൻ തുടങ്ങിയാൽ
ഈ കസവ് കെട്ടിയ അഹംഭാവങ്ങളും അഹംബോധങ്ങളും മുഖംമൂടി അഴിച്ച് ചോട്ടിലേക്ക് വീഴും. അതേതായാലും സഹിക്കാൻ ഏത് കുടുംബത്തിലത്തെയും പുരുഷന്മാർ തയ്യാറായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് എന്താ? എഴുതാതിരിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടായിരിക്കണം സ്ത്രീകളെ എഴുതുന്നതിൽ നിന്ന് അവര് വല്ലാതെ പിന്തിരിപ്പിച്ച സമൂഹം മുഴുവനും കേട്ടോ, സമൂഹം മുഴുവനും അങ്ങനെ. അതായിരുന്നു എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഈ രണ്ട് കഥകളുടെ പശ്ചാത്തലം. അതാണ് ശീലാവതിയും ദേവി മഹാത്മ്യം. താങ്ക് യു. ഞാനത് രണ്ട് കഥകളും ഒന്നുകൂടെ ഇന്ന് വായിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. വളരെ ദേവി മഹാത്മ്യം വളരെ വളരെ ക്യാപ്ചറിങ് ആണ്. ആ വീണയുടെ ക്യാരക്ടറും എല്ലാം തന്നെ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ അതിലെ മറ്റൊരു കഥ ചേച്ചി അന്ന് പറഞ്ഞിരുന്നു, അതാണ് വീണ്ടും വായിച്ചു, കുരങ്ങന്മാർ എന്നുള്ള കഥ. അതും വളരെ പിന്നെ എക്കാലത്തും നിലനിൽക്കാവുന്ന ഒരു കഥയാണത്. മൈനോറിറ്റി മെജോറിറ്റി അങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം. അതേപോലെ ഞാൻ പറയണത് എന്താ വെച്ചാല് മങ്ങുന്ന വെയിലുണ്ട്, അതൊരു ദളിത് കുട്ടിയെ പച്ചക്ക് കത്തിക്കണതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. എന്താ വെച്ചാൽ ഫെമിനിസ്റ്റ് അല്ലാത്ത ആ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമല്ലാത്ത കഥകളും ഞാൻ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ പൊളിറ്റിക്കലായിട്ടുള്ള പൗരധർമ്മവും ഫിസിക്സ് പ്രാക്ടിക്കൽസും അതുപോലെ തന്നെ ഈ ശിവസേന ബോംബെയിൽ ശക്തി പ്രാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വളരെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അത്. ഓക്കെ, നമുക്ക് ജയന്തിനും കൂടെ അതുപോലെ ഒരു ചാൻസ് വരാൻ പോകുന്നു. ജയന്ത് ഒരു കഥയെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സെക്ഷനോ മറ്റോ ജയന്തിന് പറയാനുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനു മുമ്പ് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ഒരു പ്രണയകഥ എന്ന ആദ്യത്തെ കഥയിലെ ഈ കുരുത്തൻകെട്ട ലിഖിതങ്ങളിലെ പ്രണയകഥ, അത് നാനാവതി മർഡർ കേസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആണ്. ജയന്തിന്റെ എഴുത്തുകളെല്ലാം തന്നെ വളരെ അഗാധമായിട്ടുള്ള അറിവ് ആ കഥകളിലൂടെ വരും. അതിലെ വളരെ ഹ്രസ്വമായിട്ടാണെങ്കിലും റാണി നേരത്തെ പറഞ്ഞ പോലെ പല പല റെഫറൻസുകളെ കൊണ്ട് അതിൽ കുത്തി നിറച്ച് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്താണത്. അത് എന്നാൽ ഭാഷയാണെങ്കിൽ വളരെ 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 ലളിതമായിട്ടുള്ള ഭാഷ. സോ ജയന്ത്, അതിലെ ഈ നാനാവതി സിൽവിയയുടെ ഞാൻ ആദ്യം വായിച്ചപ്പോഴേ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ അത് ചോദിച്ചില്ല. സിൽവിയയുടെ അഡ്രസ് അതിൽ കൊടുക്കുന്നതിന്റെ കാര്യം എന്താണ്? ഞാൻ സിൽവിയോട് സംസാരിച്ചു. അപ്പം അവര് കാര്യമായിട്ട് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മറുപടി പറഞ്ഞു. പക്ഷെ വളരെ സ്പെസിഫിക് ആയപ്പം അവർ പറഞ്ഞു, ഇത് നിങ്ങൾ എഴുതാൻ വേണ്ടിയാണോ? അപ്പൊ ഞാൻ സത്യം പറയേണ്ടി വന്നു, ആണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവർക്ക് അതിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവര് മാറി. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ഈ അത്രയും ഗംഭീരമായ ഒരു ജീവിതവും അത്രയും ഒരു ഗംഭീരമായ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയ അവരെ അനുമോദിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? പ്രായത്തിലേക്ക് അവർക്ക് അന്നൊക്കെ 80 വയസ്സ് കഴിഞ്ഞു സിൽവിയയ്ക്ക് ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഒരു കോംപ്ലിമെന്ററി എഴുതുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ എന്ന് ഓർത്ത് മാത്രം എഴുതിയാണ് അതിനകത്ത്. ഒത്തന്റിക് ആയിട്ട് ഒന്ന് പറയുമ്പോഴേ. ബൈ ദ വേ, ഇവിടെ ആർക്കും ഇതിൽ പരിചയമില്ലെങ്കിൽ നാനാവതി കൊലക്കേസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഇവിടെ അതിനെ OJ സിംപ്സൺ മർഡർ കേസുമായിട്ട് കമ്പയർ ചെയ്ത് പല ആർട്ടിക്കിൾസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലുപരി ഇന്ത്യയിലെ ജൂറി സിസ്റ്റം അവസാനിക്കാൻ ഒരു കാരണം കൂടിയായിട്ടുള്ള ഒരു മർഡർ കേസ് ആയിരുന്നു അത്. അത് വളരെ ഒരു കമ്മ്യൂണൽ ബേസിൽ ഫൈറ്റ്സ് അഗൈൻ വിത്ത് പാഴ്സീസ് വേഴ്സസ് ഹിന്ദീസ്, അങ്ങനെ പല പല അണ്ടർടോൺസ് ഉണ്ടായിരുന്നു അതിൽ. രാഷ്ട്രീയമായിട്ട് പലരും ഇടപെട്ടു. നെഹ്റുവിന്റെ സിസ്റ്റർ വിജയലക്ഷ്മി പണ്ഡിറ്റ് അതിൽ ഉൾപ്പെട്ടിരുന്നു, പല പൊളിറ്റീഷ്യൻസും. അപ്പോൾ ഒരു വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസിന്റെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സുകളെ പറ്റിയാണ് ജയന്തിന്റെ ആദ്യത്തെ കഥ. സോ ആ നാനാവതി കൊലക്കേസ് കുറച്ചുകൂടെ വളരെ ചുരുക്കത്തിൽ നിന്ന് വിക്കിപീഡിയയിലെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ജയന്തിന്റെ ആ കഥ വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. വളരെ നല്ലൊരു കഥ. സോ ജയന്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥയെ പറ്റി പറയുവോ, വായിക്കുകയോ എന്തെങ്കിലും ചെയ്യും? ഞാൻ അങ്ങനെ ഇതെല്ലാം കഥകളും ലേഖനങ്ങളൊക്കെയാണ്. പക്ഷേ ബാല അതിലെളുപ്പം ഞാൻ വിചാരിച്ചത് ഈ ലേഖനങ്ങളിലെ സമാഹാരം ഇല്ലേ, എന്തായാലും പറയും. അപ്പൊ അതിന്റെ താഴെ ഞാനിങ്ങനെ നമ്മുടെ റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ലേഖനത്തിന്റെ ഒടുവിൽ എഴുതത്തില്ലേ, ചെറിയൊരു സ്നിപ്പറ്റ് എഴുതില്ലേ, അതുപോലെ ചില സ്നിപ്പറ്റ്സ് ഉണ്ട്. അത് ഞാൻ 2-3 വായിച്ചാൽ അറ്റ്ലീസ്റ്റ്
ഇവിടെ ശ്രോതാക്കൾക്ക് ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അതെ ബേസിക്കലി ഞാൻ taste. ഇത് പറയാം, മുഖവരെ ഇത് പറയാം. ഞാൻ എഴുതാൻ ശ്രമിക്കുമ്പോഴേ എന്നോട് തന്നെ ചോദിക്കുമ്പോഴേ വാട്ട് ആർ യു ട്രൈ ടു ഡു, ആ 3 കാര്യങ്ങളാണ് ഞാൻ അത് ക്രിസ്റ്റലൈസ് ചെയ്ത് വരികയാണെങ്കിൽ: ചിരിപ്പിക്കുക, ചിന്തിപ്പിക്കുക, ചൊടിപ്പിക്കുക. മനസ്സിൽ ചൊടിപ്പിക്കുന്നുണ്ട്, നല്ലപോലെ ചൊടിപ്പിക്കുക. ഞാൻ എന്റെ ചെറിയ രീതിയിൽ, ധർമ്മത്തിന്റെ രീതിയിൽ ചെയ്യാൻ നോക്കുന്നതാണ് ഇത് 3. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ 2-3 സ്നിപ്പെറ്റ്സ്, അധികം സമയം എടുക്കത്തില്ല, ഞാൻ വായിച്ചോട്ടെ. സ്നിപ്പെറ്റ്സ് ആർ വെരി ഗുഡ് ശരിക്കും. വെരി ഗുഡ്, വെരി എന്റർടൈനിങ്. അതെ, അപ്പൊ ഞാൻ 2-3 സമയം കൂടുതലാണ് പറയണേ. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിക്കാം. ദൈവം മാർക്ക് ട്വെയിനിനോട് പറഞ്ഞത്: എടാ സാമുവലെ, ഇയാളുടെ പേര് സാമുവൽ എൽ ക്ലെമൻസ് ആണ്, മാർക്ക് ട്വെയിന്റെ ശരിക്കുള്ള പേര്. അപ്പൊ എടാ സാമുവലെ, നീ ഏദൻ തോട്ടത്തെ കുറിച്ച് എഴുതിയത് ഒരു കണക്കിന് ശരിയാണ്. ലവന്മാരുടെ തനി സ്വഭാവം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കനിക്ക് പകരം പാമ്പനെ വിലക്കിയാൽ മതിയായിരുന്നു. ഇതുങ്ങൾ അതിനെ തല്ലിക്കൊന്ന് വറുത്തടിച്ചേനെ. അതോടെ ഭൂമിയിൽ ചെകുത്താന്റെ ശല്യവും തീർന്നേനെ. എന്നാ പറയാനാ, വിനാശകാലേ വിപരീത ബുദ്ധി. അതൊന്ന്. അടുത്തത് വേറൊരു സ്നിപ്പറ്റാണ്. സമീപനം. മൂക്കറ്റം കുടിച്ചിരുന്നതിനാൽ എനിക്ക് സിനിമയുടെ പേരും അഭിനേതാക്കളെയും ഓർമ്മയില്ല. അതിനാൽ നസീർ, ഉമ്മർ, ഷീല എന്നങ്ങോട്ട് സങ്കല്പിക്കാം. നായകനായ നസീറിനോടും വില്ലനായ ഉമ്മറിനോടും ഒരേപോലെ കർക്കശമായിട്ടാണ് ഷീല പെരുമാറുന്നത്. ചീത്ത മനുഷ്യനായ ഉമ്മറിനോട് പെരുമാറുന്ന അതേ രീതി എന്തിനാണ് മര്യാദക്കാരനായ എന്നോട് നീ കാട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് ഷീലയുടെ മറുപടി: നിങ്ങൾ രണ്ടുപേരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, സമീപനത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. കേക്കാവോ ബാല? ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അടുത്തത് ഇത് ചെറുതാ, എളുപ്പം. ഇത് ഒന്നും എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എല്ലാം എളുപ്പമായി. ഇത് കർമ്മം ചെയ്യണം. ഇത് തെക്കോട്ടുള്ള വണ്ടി കാത്ത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ സമയം പോകാൻ ചെയ്യുന്ന പ്രവർത്തികൾ, അതാണ് ജീവിതം. തെക്കോട്ടുള്ള വണ്ടി അല്ലേ? അതെ, തെക്കോട്ടുള്ള വണ്ടി. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞിരുന്നു കേട്ടാ, ഒന്നുകൂടെ പറയാം. അത് തെക്കോട്ടെന്നുള്ള റെഫറൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ലാസ്റ്റ് ഇതോട് പറയാം. ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും, നടുക്ക് യതി പാതാതി പൊരുത്തം അത് കേകയാ. ഇത് എനിക്ക് ഇന്നും മനഃപ്പാഠം അറിയാവുന്നത് ക്ലാസ്സിൽ ഞാൻ ആറ്റാത്ത പള്ളിക്കാരി പൂച്ചക്കണ്ണി ലീലാമയെ സൈറ്റടിച്ചിരിക്കുകയല്ലായിരുന്നു എന്നതിന്റെ നിർണായകമായ തെളിവ് കൂടിയാണ്. ഞാൻ ഇനി ബോറടിപ്പിക്കുന്നില്ല. Okay. Are there any more pending questions? എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ആയിക്കോട്ടെ. ജയന്ത്, Yeah. നമ്മൾ കഴിഞ്ഞ വർഷമാണ് കണ്ടത് ഒരുമിച്ച് അല്ലേ? യെസ്. ഓക്കെ. ഞാൻ മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ അല്ല, എനിക്കൊരു ചെറിയ കമന്റ് ആണ്. ആ പുസ്തകത്തില് ഒരു 10 മഹാന്മാരുടെ നമ്മളാരും കാണാത്ത അല്ലെങ്കിൽ അറിയാൻ ഇടയില്ലാത്ത വശം കാണിച്ചിട്ടുണ്ട്. അത് ഗുരുത്വം കെട്ടത് അല്ലെങ്കിൽ ഗുരുത്വം കെട്ട ചിന്ത എന്ന് അടയാളപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ അത് വളരെയധികം റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുള്ളതാണെന്ന് അത് വായിച്ചവർക്ക് പിന്നീട് മനസ്സിലാവും. ഇനി ആരെങ്കിലും മഹാന്മാരെ പറ്റി എന്തെങ്കിലും മനസ്സിൽ എഴുതാൻ പ്ലാൻ ഉണ്ടോ? അത് രാജീവ്, അത് അതിന്റെ പ്രചോദനം മറ്റേ കേരള കാഫെ എന്ന് പറഞ്ഞ രഞ്ജിത്തിന്റെ ഒരു സിനിമയില്ലേ, അതാണ് പ്രചോദനം. അപ്പം എനിക്കും ഇയാൾ ഇങ്ങനെ സിനിമ ഉണ്ടാക്കി, അപ്പൊ എനിക്കും എന്തെങ്കിലും 10 ഇതുപോലെ ഉണ്ടാക്കണം. അപ്പം ഒരു കോമൺ തീമായിട്ട് എടുത്തു. മനസ്സിൽ പറഞ്ഞേ
ഇല്ല, ഞാൻ പോയി ചോദിക്കാൻ പോയി ആ, ചോദിച്ചു. ശരി, ഓക്കെ. മഹർഷി ചോദിക്കാൻ പോയ ചോദ്യമാണ് നിങ്ങളിപ്പോ ചോദിച്ചത്. അത് ശരി. സോറി ഫോർ ഫ്രണ്ട് റണ്ണിങ്. Yeah. പക്ഷെ അത് രാജീവ് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. അത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ രസകരമായ, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, പ്രതീക്ഷിക്കാത്ത ഇൻഫോർമേഷൻ എല്ലാം ഈ വിക്കിപീഡിയയിൽ നിന്ന് കിട്ടിയേ. അപ്പൊ അത് ഒരു ഇൻസൈറ്റ്ഫുൾ സംഗതിയായിട്ട് തോന്നി. അവരെല്ലാം മഹാന്മാരാണ്, ഗംഭീരമായ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ്, അതൊക്കെ യാതൊരു സംശയമില്ല. പക്ഷെ ഇങ്ങനെ ഒരു വശമുണ്ട് എന്നും മനസ്സിലായി. അപ്പൊ രാജീവ് വലിയ കഴിവുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രാജീവിനും ഇതൊക്കെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? അത് ചെയ്തില്ലെങ്കിൽ മോശമാണ്. അത് ചെയ്തില്ലെങ്കിലും മോശമാണ്. പിന്നെ മഹത്വം ഇല്ല ഉണ്ടാവും. പിന്നെ നർമ്മത്തെ പറ്റി പറയുമ്പോൾ ചേച്ചി, ഞാൻ ശീലാവതി എന്നുള്ള വളരെ മിത്തിക്കൽ ആൻഡ് സ്റ്റോറി, അതിലേക്ക് എന്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ ചിരിച്ച ഒരു സംഭവം ഉണ്ടായി. അത് ആ കുട്ടി വന്നിട്ട് ഞാൻ മാതൃഭൂമി മംഗളം മാത്രമേ വായിക്കുള്ളൂ എന്ന് പറയുന്ന, അതാ എന്റെ ഇടയ്ക്ക് വന്നത്. ശരിക്കും ചിരിച്ചുപോയി. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതെങ്ങനെ വന്നു? അതോ, അത് അന്നത്തെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്ത്രീകള് സ്ഥിരമായിട്ട് വായിക്കുന്ന മാസികകളായിരുന്നു മംഗളവും മനോരമയൊക്കെ, പൾപ്പ് മാഗസീൻസ്. അതെ. അപ്പൊ ഇവരോട് പറയാണ്, ഇയാള് നമ്മുടെ അതിലത്തെ ഭർത്താവ് ഉണ്ടല്ലോ, ആ ഭർത്താവ് മറ്റേ ശീലാവതിയോട് പറയാണല്ലോ, നീ നൂപുരങ്ങൾ കെട്ടി എന്റെ രാത്രികളെ അലങ്കരിക്കാനുള്ളവരാണ്, നീ അതുകൊണ്ട് ഡാൻസ് ചെയ്യൂ, എന്നിട്ട് എന്നെ സുഖിപ്പിക്കൂ എന്ന് പറയാണ്. അപ്പൊ ഇവള് പറയണത് എന്താ വെച്ചാല്, ഇത് പണ്ടത്തെ മാരേജ് ബ്രോക്കർ പറഞ്ഞിട്ടില്ല നമ്മളുടെ ഇതിങ്ങനെ ഡാൻസ് ചെയ്യാനൊന്നും പറയുന്നത്. ഞാൻ ആകെ വായിക്കണത് മംഗളവും മനോരമയാണ്. അത് ശരിക്കും അത് എനിക്ക് തോന്നി അത് പിന്നെ ജയന്തിന്റെ വരികൾ എന്തോ വിലക്ക് മാറ്റിയെടുത്തു എനിക്ക് സംശയം. മംഗളവും മനോരമയും വായിക്കുന്ന ഒരു സ്ത്രീകളുടെ ആ സ്റ്റാൻഡേർഡ് എന്നോട് ചോദിക്കാവൂ, അല്ലാണ്ട് ഈ നൃത്തം ചെയ്യാനൊന്നും പറയല്ലേ എന്ന് പറയായിരുന്നു. അതാണ് മൊമെന്ററി ആയിട്ട് വീക്കെൻഡ് വന്നു. വീക്കെൻഡ് അതെ, വാദം അന്ന് വീക്കെൻഡ് ആയിരുന്നു കുറച്ചു നേരത്തേക്ക്. ഒരാള് ഒരു നിരൂപക എഴുതിയിട്ടുണ്ട്, മാനസികയുടെ ചിരികൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സീരിയസ് ആയിട്ട് ചോദ്യം ജയന്തിനോട്. അപ്പൊ ഈ ഹാസ്യ സാഹിത്യത്തിന്റെ ഇന്നത്തെ സ്ഥിതിയും where do you think it is going? കാരണം അതില് ഒരുപാട് എഴുത്തുകാരങ്ങനെ ധൈര്യമായിട്ട് പ്രവേശിക്കുന്ന ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ അറിവുകൊണ്ടായിരിക്കും. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? അത് പൊതുവെ കുറവാ ബാല. നമുക്ക് ഇപ്പം ഈ എഴുതുന്ന മീഡിയത്തിന് കോൾഡ് മീഡിയം എന്ന് പറയുമല്ലോ, കോൾഡ് മീഡിയം വേഴ്സസ് നമ്മുടെ TV കാണുന്നതും അത് ഹോട്ട് മീഡിയം ആയിട്ടാണ്. അപ്പൊ ആ ഹോട്ട് മീഡിയത്തിൽ ധാരാളം ഉണ്ട്, ട്രോളും മറ്റേ റീൽസും ഒക്കെ ഉണ്ട്, കോമഡി ഷോസും ധാരാളം ഉണ്ടല്ലോ. പക്ഷെ ഈ കോൾഡ് മീഡിയത്തിൽ വളരെ കുറവാ ഇതേ. ഇപ്പം നമ്മുടെ തമാശ എഴുതുന്നതും നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ഇത് എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അതിന് വലിയ മാർക്കറ്റും ഇല്ല. ബാല എപ്പോഴും ഒരു മാർക്കറ്റ് ഡ്രിവൺ ആണല്ലോ ഇത്. അപ്പൊ അതിന് പിന്നെ വേറൊരു സംഗതി ഉള്ളത്, കാർട്ടൂൺസ് ഇല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നില്ല. പണ്ടത്തെ സരസനിലെ മറ്റേ യേശുദാസും മന്ത്രിയൊക്കെ എഴുതുന്ന കാർട്ടൂൺസ് ഇല്ലേ, അതൊക്കെ ഭയങ്കര പവർഫുൾ കാർട്ടൂൺസ് ആണ്. വെറും തമാശ അല്ല. ബാലയ്ക്ക് അറിയാമല്ലോ, അരവിന്ദനൊക്കെ എഴുതുമ്പോഴേ മറ്റേ മനുഷ്യരൊക്കെ എഴുതുമ്പോഴൊക്കെ അതിനകത്ത് തമാശന്റെ വഴി, തമാശ ഒരു പില്ലിനെ ചുറ്റും മധുരം വെക്കുന്ന പോലെ എന്നുള്ളൂ. അതിനകത്ത് കൺവേയിങ് മെസ്സേജ് വളരെ ഡീപ്പാണല്ലോ. അപ്പൊ അത് കുറവാണ് ഇപ്പൊ ഉള്ളത്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇത് കിട്ടി ഈ അവാർഡ്, നർമ്മത്തിന്റെ അക്കാഡമി അവാർഡ് കിട്ടിയ ഒരു 3-4 പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് കൂടിയിട്ട് അതിലൊന്ന് സത്യൻ അന്തിക്കാട്. അപ്പൊ അന്തിക്കാടും പറഞ്ഞു, നമുക്കൊന്ന് കൂടി നോക്കാം അടുത്തോണ്ട് ചെല്ലുമ്പോ, KLF-നോ മാതൃഭൂമിയിലോ ചെല്ലുമ്പോ ഒന്ന് കൂടി ഇരുന്നിട്ട് അതിനെ ഒന്ന് റിവൈവ് ചെയ്യാനായിട്ട് എങ്ങനെയായാലും കുറച്ച് നമുക്ക് ഒരു ചെറിയ മാസിക, നമ്മുടേതായ ഒരു മാസിക ഓൺലൈൻ തുടങ്ങാൻ എളുപ്പമാണ്. അപ്പൊ മാസികയില് തമാശ എഴുതുക, അതിലെ തമാശ കാർട്ടൂൺസ് വരയ്ക്കുക, ഇതൊക്കെ ചെയ്യാനായിട്ട് സമയം ആയി എന്നുള്ളത് പലരും നമ്മുടെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയാണ്. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, അതൊരു കുറവാണ് ആ സാധനം. പക്ഷെ അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ആൾക്കാരും കുറച്ച് ക്ഷമ വേണമല്ലോ. ബാല, നമ്മള് ഞാൻ തമാശയായിട്ട് പറയുന്ന സംഗതിയുണ്ട് ഇതിനെ പറ്റി. ഒരു തമാശയാണ്. അതായത്
ഭൂജാതരാകാൻ പോകുന്ന ഓരോരുത്തരുടെ തലയിലെഴുത്ത് കേട്ടിട്ടുണ്ടോ? തലയിലെഴുത്ത് ദൈവം അവിടെ ഇരുന്നോണ്ട് വരയ്ക്കുകയാണ് തലയിൽ. അപ്പൊ ആദ്യത്തവൻ, നീ ബിസിനസ് ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് നീ ജയിലിൽ പോകും. രണ്ടാമത്തവൻ, നീ പ്രേമിച്ച പെണ്ണ് വിട്ടിട്ട് പോകുമ്പോൾ നീ ആത്മഹത്യ ചെയ്യും. അപ്പൊ മൂന്നാമത്തും വന്ന് പറഞ്ഞു, ദൈവമേ എന്തു എഴുതിക്കും, ഒരെണ്ണം മാത്രം എഴുതല്ലോ പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ, ഈ വിറ്റടിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഗതികേട് മാത്രം എനിക്ക് എഴുതുന്നത് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു അപായം ഉണ്ട് ഇതിനകത്ത്. Okay, yeah. Okay, thank you. That's good points. ഇനിയിപ്പോ So, ഓഡിയൻസിന് ബാല yeah, audience-ന് കൊടുക്കാം. Yeah, definitely. Okay, Audience hi, ഇല്ലാത്ത Jane. പ്രേമ. This is Prema, another Prema, not your old. Well, okay. Yeah, when you came to our house a couple of years back, I think you bought those two books, Vembanad and Bana, and the other one, ഒരു കുമാരക്കാരന്റെ കുരുത്തംകെട്ട ലിഖിതങ്ങള്. So I didn't know അതായത് much about. കാണാൻ വേണ്ടി പറഞ്ഞേക്കാം. പ്രേമ ചോദിച്ച സ്ഥിതിക്ക് ഇതാണ് ഒന്ന്, ഇതാണ് മറ്റത്. വെമ്പനാടും ബോനയും രണ്ടാമത്തിന്റെ പേരെന്താ? The one we got award for. കുരുത്തംകെട്ടല്ലേ? Yeah, അത് രണ്ടുമായിരുന്നു നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാദ്യം ജയന്ത് കൊണ്ട് തന്നത്. സോ ഞാൻ ആദ്യം വായിച്ചത് മറ്റേ ബുക്കാണ് വെമ്പനാടൻ ബാന. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് ദാറ്റ്, ആൻഡ് എസ്പെഷ്യലി ബാന ക്യാരക്ടർ എനിക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റി. ഞാനും കുമരകത്ത് നിന്ന് അധികം ദൂരം ഇല്ലാത്ത, ഇലഞ്ഞി ഈസ് നോട്ട് ദാറ്റ് ഫാർ ഫ്രം ദയർ. സോ I was at that time I was actually telling Bala how brilliantly you portrayed or you wrote about that character Bana, and so you didn't grow up there, right? Much you were in South Africa അന്ന് പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പിന്നെ ഇങ്ങോട്ടൊക്കെ പോകുന്നില്ല. പക്ഷെ how did you, was there somebody there like that, or is it just അല്ല പ്രേമ, ഐ ഹാവ് ദി അഡ്വാൻറ്റേജ്. ഒന്ന്, ഇത് 8ാമത്തെ വയസ്സ് മുതൽ 8 മുതൽ 15 വരെ പ്രീ ഡിഗ്രിക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് പോയത്. പ്രേമ 8 മുതൽ 15 വരെയുള്ള പ്രായത്തില് ഞാൻ കുമരകത്താണ് ജീവിച്ചത്. പിന്നെ ഈ ബാനയുണ്ടല്ലോ, എന്റെ അപ്പന. അത് പരസ്യമായി ഇപ്പോ. എനിക്ക് തോന്നി somebody in your family, but that's okay. അതുകൊണ്ട് that became a shortcut, that became easy. Okay. Yeah, but the character was so ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നു. അതേസമയം മറ്റേ ബുക്ക് ഞാൻ വായിച്ചപ്പോ റാണി പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് റെഫറൻസും എനിക്കത് കുറച്ച് ഡീപ്പായിട്ട് തോന്നി. ബട്ട് ദിസ് വൺ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് സിമ്പിൾ ആൻഡ് എസ്പെഷ്യലി കഥയല്ലേ, ഒരു ഒഴുക്കുണ്ടല്ലോ അതിനകത്ത്. ഓക്കെ. റാണിയുടെ ചോദ്യത്തിനും പ്രേമയുടെ ചോദ്യത്തിനും ഞാൻ ലേഖനങ്ങളുടെ കാര്യത്തിലേ റാണി, അത് ഞാനൊരു റൈറ്റിംഗ് ഇതിനെ പറയുന്ന കോഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ഈ അയോവ സ്റ്റേറ്റിലൊക്കെ ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് ഒരെണ്ണത്തിന് പോയപ്പോഴേ അവിടുന്ന് കിട്ടിയ ഐഡിയ ആണ്. അപ്പൊ അയാൾ മാഷ് പറഞ്ഞു, ഈ ഡെൻസിറ്റി ഓഫ് ഐഡിയാസ് കൂട്ടാൻ നോക്കണം നമ്മൾ എഴുതുമ്പോഴേ. അതായത് ഒരു സ്ക്വയർ ഇഞ്ചില് ഒരു ഐഡിയക്ക് 2 ഐഡിയ 3 ഐഡിയ കൂട്ടാൻ, അപ്പോഴാണ് അത് കുറച്ചുകൂടെ പവർഫുൾ ആകുന്നത്. അതുകൊണ്ട് മേ ബി ഐ എം ഓവർ ഡൂയിങ് ഇറ്റ്. റാണി പറഞ്ഞ പോലെ ഒരു സ്ക്വയർ ഇഞ്ചില് ഐഡിയാസ് കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കും മേ ബി. പക്ഷെ എനിക്കത് തോന്നിയില്ല. ഈവൻ ഞാൻ ആ പ്രതിഷ്ഠയെപ്പറ്റി ഒന്നുകൂടെ പറയുക, അതില് കുറെ ലേയേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ അത് ഐ തിങ്ക് ഇറ്റ് ഗിവ്സ് കുറച്ചുകൂടെ ഡെപ്തും നമുക്ക് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നത് അതുകൊണ്ടാണ്. ഇഫ് യു ഹാവ് ടേക്കൺ ഓൺലി വൺ ആസ്പെക്ട്, എനിക്ക് തോന്നുന്നില്ല വായിച്ചു കഴിയുമ്പം വായനക്കാർക്ക് അത്ര ഒരു അത് റീറ്റെയിൻ ചെയ്യുമോന്ന ആ ഒരു പ്രഷർ. സോ ഐ തിങ്ക് അത് ആ 1 ഇഞ്ചിൽ കൂടുതൽ സാധനങ്ങൾ വെക്കുന്നത് നല്ലതാണ്. പിന്നെ എന്തേലും പ്രേമ എനിക്ക് ആ ബുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അടുത്തത് അത് വായിച്ചു തീർക്കാനാണ്. ഒരു സംശയം കൂടി, ചേച്ചി പറഞ്ഞ പോലെ യു ഓൾസോ ഫീൽ ദ ഏർജ് ടു കംപ്ലീറ്റ്. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാല് ഒരു വല്ലാത്ത വിമിഷ്ടം ഉണ്ടോ എഴുതി കഴിയുന്നവര്? എനിക്ക് പക്ഷേ ഞാനൊരു ഐഡിയ കിട്ടി, എനിക്ക് ഐ കാൻറ്റ് ഹോൾഡ് ഓൺ ടു മൈ തോട്ട്സ്. അപ്പൊ ഞാനത് ചെറിയ തുണ്ട് കടലാസിൽ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് പിന്നെ പോയി ഇരുന്ന് എഴുതും. പക്ഷെ ഈ എഴുതി കഴിഞ്ഞാല് ആവറേജ് ഞാനൊരു 15 തവണയെങ്കിലും റിവൈസ് ചെയ്യും.
15 ഞാൻ ആവറേജ് പറയുന്നത് കേട്ടോ. തവണ റിവൈസ് ചെയ്യും. അപ്പം ഓരോ തവണ റിവൈസ് ചെയ്യുമ്പം കുറച്ച് ഇൻഫ്ലക്ഷൻസും കുറച്ച് ചേഞ്ചസും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും അതിനകത്ത്. അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അവനെ ഇറക്കത്തുള്ളൂ. അപ്പം അങ്ങനെ റിവിഷൻ ഒരു പ്രധാന ഭാഗമാണ് എനിക്ക്. ഞാൻ ഒരിക്കൽ പോലും ഒരു കഥയിലും ഒരു വരി പോലും മാറ്റി എഴുതാറില്ല. അതെനിക്ക് അത്ഭുതമാണ് കേൾക്കുമ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുള്ളത്. യു ഡോണ്ട് ഡു ദിസ് എന്നുള്ളത്. Then I had a question. Sorry if I'm interrupting. I had a question to Manasi Chechi that how do you manage to write the story in one shot? Because in creative writing classes, we are taught to have character sketch and then first draft, second draft, and then final draft after, like Jayant sir said, 15 revisions കഴിഞ്ഞിട്ടേ ശരിയാവുള്ളൂ. But you don't even revise once. No. ഞാൻ പറയാം, that's because Manasi is a genius and I'm just a writer. അല്ലല്ല ചിത്ര, ശരിക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. അത് പറയുമ്പോൾ അത് അങ്ങനെ അല്ലാതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഒരു കഥ എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനോട് ഒരു തരം വെറുപ്പാണ്. ഞാൻ അതവിടെ മാറ്റിയിടുക ചെയ്യുക. പിന്നെ അതിന്ന് വേറിട്ട് ആ മനോഭാവത്തിൽ നിന്നൊക്കെ മാറി കുറച്ചു കാലം, ഒരു 3 ആഴ്ച 4 ആഴ്ച ഏട്ടൻ പിന്നാലെ നടക്കും, മനസ്സി അത് ഫെയർ ചെയ്ത് അയക്കൂ, മനസ്സി അത് ഫെയർ ചെയ്ത് അയക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്കത് നോർമൽ ഒരു ഡിപ്രഷനൊന്നും ഇല്ലാത്ത ഒരു സമയത്താണെങ്കിൽ അതിലത്തെ ഒരു വാചകം പോലും മാറ്റിയാൽ ആ വാചകം കൂടുതൽ മോശമാവുകയാണ് പതിവ്, അല്ലാതെ നന്നാവുന്നില്ല പതിവ്. അത് കാരണം ഞാൻ ഒരിക്കലും മാറ്റാൻ തയ്യാറായിട്ട് കാര്യമില്ല. എനിക്ക് ആ മൂഡിൽ മാത്രമാണ് ക്രിയേറ്റിവിറ്റി വരുള്ളൂ. അപ്പം അത് കാരണം നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് നമ്മളിത് ഫെയർ ചെയ്യുമ്പോൾ ഞാൻ നോർമൽ മൂഡിലാണ്, ആ സമയത്ത് അത് മാറ്റി എഴുതാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം ഞാനത് ഇന്ന് വരെ തിരിച്ച് ഒരു പബ്ലിഷിംഗിന് അയച്ചതൊക്കെ is just the first draft? Yes, mostly. Oh my goodness. Yeah. You are a genius. ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയാ, നമ്മള് ആ എഴുതുന്ന സമയത്ത് നമ്മള് വെട്ടും തിരുത്തും ഒക്കെ ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. ആ വെട്ടും ഒരു അടി അതൊക്കെ മാറ്റി അതൊക്കെ ഉണ്ടാവും, അതാണ് എഴുതുന്ന സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് ഫെയർ ചെയ്യും നമ്മള്, ഒരു വേറൊരു പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കടലാസിലേക്ക് ഫെയർ ചെയ്യും. ആ ഫെയർ ചെയ്യുമ്പോ ഞാൻ ഒന്നും മാറ്റാറില്ല. മാറ്റാൻ കഴിയാറില്ല. I'm proud to say I'm born in Tiruvallur like you. And yeah, I was also born in Tiruvallur, that Kugramam. ഞാൻ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്ക് സമയം ഇനി അധികം ഇല്ല. ചേച്ചിയുടെ പുസ്തകങ്ങൾ ഇവിടെ കിട്ടാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ പറ്റിയ വഴി എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എങ്ങനെയാണത്. ശരി, ഇവിടെ മകൻ പറയുന്നു ഞാൻ കൊണ്ടുവരാന്ന്. ശരി, അത് ഇല്ല. ആക്ച്വലി ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാത്രമാണ് ദേവിക ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആമസോണിൽ അവൈലബിൾ ആണ്. മറ്റൊന്നും അല്ല, മലയാളത്തിലുള്ളതൊന്നും അല്ല ശരിക്കും. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ റോയ്. ഓക്കെ, ജയന്തിനോട് ചോദിച്ചായിരുന്നു ബാന ആരാണ്. ജയന്ത് പറഞ്ഞു ബാനയാണ് എൻ്റെ അപ്പൻ. കറക്റ്റാണ്. അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ അറിവ് വെച്ച് ഐ നോ ഹിം പേഴ്സണലി. ബാന ഹിസ് ഫാദർ ചെറുപ്പം തൊട്ടേ പുള്ളിക്ക് ബുക്ക് കൊടുക്കുകയും വായിക്കാനുള്ള പ്രചോദനം കൊടുക്കുകയും ഇതിലേക്ക് കൈപിടിച്ച് നടത്തിയത് ജയന്തിൻ്റെ ഫാദർ തന്നെയാണ്. ആ ഫാദറിന് ഇപ്പം ഞാൻ എൻ്റെ ഇത്ര നാളത്തെ പത്രം നിർത്തിപ്പോയി. അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഈ മലയാളം പത്രത്തിലെ രാജു മൈലപ്ര എവരി രണ്ടാഴ്ച കൂടുമ്പോൾ പത്രത്തിൽ കഥ എഴുതിയ പുള്ളിയുടെ ഇതിൻ്റെ അകത്തെ കഥകളിലെല്ലാം പുള്ളി ഒരു സെൽഫായിട്ട് പുള്ളി തന്നെ ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. ദ സെയിം വേ ജയന്തിൻ്റെ ഇതിൻ്റെ അകത്ത് അപ്പനെ ഇത് കൊണ്ടുവന്നിട്ട് പുള്ളി ഒരു കഥാപാത്രമാക്കി കൊണ്ട് വരുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങൾ പുള്ളിക്ക് കൂടുതലായിട്ട് അതാണ് ജയന്തിൻ്റെ കഥ ഇവിടെ അമേരിക്കൻ മലയാളികൾ കൂടുതൽ ഏറ്റെടുക്കാൻ സാധിച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ജയന്തിൻ്റെ ഒരു അപാര കഴിവ് തന്നെയാണ്. ജയന്ത് അസാധ്യ റീഡറാണ്.
അതാണ് എനിക്ക് പറയാം. നല്ല വായനാശീലമുള്ള ഒരു ഒരു മനുഷ്യൻ. എനിവേ Definitely. സായിപ്പ് പറയുന്നതല്ലേ, റോയ് ബിൽ മീ ലേറ്റർ. അതെ, നമുക്ക് പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോ നമ്മള് നോ പ്രോബ്ലം. റൂമിൽ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. നോക്ക്ഡ് ഔട്ട് ആവും. ഞാനുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, താങ്ക് യു വെരി റോയ്, മച്ച് സാർ. താങ്ക് യു. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ബിക്കോസ് ഉണ്ടോ ആരെങ്കിലും? മനോജിന് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ബിന്ദു ഈസ് GCT alumni. ബിന്ദു എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാൻ സോറി ബിന്ദു ഗോ ഓക്കെ, ഹെഡ്. ഇല്ല ബാല പ്രൊസീഡ് ചെയ്തോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, മനോജ് എന്താ പറയാൻ പോവായിരുന്നു? ഞാൻ കേട്ടോണ്ടിരിക്കുന്നതാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ 1-2 ഇതുണ്ട്. ഒന്ന് ഈ ഇത് തിരുവില്ലാമല എന്ന് പറയുന്നതും എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നതൊക്കെ എല്ലാം എൻ്റെ തട്ടകം തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തിരുവില്ലാമല കൊല്ലക്കാട്ട് രാമൻകുട്ടി നായരുടെ പേരക്കുട്ടി എന്ന് വേണമെങ്കിലല്ല ആണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒക്കെ പഠിച്ചു വന്നിട്ടുള്ളതാണ്. 1-2 ഇതാണ് ചെറിയ മാൻസി മാഡത്തിന്റെ കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വായിച്ചു തീർക്കാനൊക്കെ കുറേയൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ചുറ്റുവട്ടം കാണുന്നത് ഈ ശരിക്കും വല്ലാണ്ട് കൊള്ളുന്ന കഥകളാണ്. ശരിക്കും ഒരു ചുറ്റും നടക്കുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഫ്യൂഡൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മാട്രിലിനിയൽ ഫാമിലിയിലുണ്ട്. ലാസ്റ്റ് നെയിമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ തറവാട്ട് പേരാണ്. അന്നൊന്നും അത് വലുതാവണ വരയ്ക്കും അതിൻ്റെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത്. പക്ഷെ ചെറിയൊരു സംഭവം പറയാം. ഈ പല്ലക്കാട്ട് രാമൻകുട്ടി നായർ എൻ്റെ മുത്തച്ഛനാണ്, എൻ്റെ മുതുമുത്തച്ഛൻ, അതായത് മുത്തച്ഛൻ്റെ അച്ഛൻ. ഞാൻ കേട്ടു വളർന്ന കഥകളാണ്. അമ്മമ്മ പറയുന്ന സമയത്ത് മുതുമുത്തച്ഛൻ മരിച്ചത് ഒടിയൻ കൊന്നതാണെന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിന്നാലെ ഒരു പോക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വലുതാവുന്ന സമയത്ത്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നിൽ വന്ന കഥകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അമ്മാതിരി കഥകൾ തന്നെയാണ്. അത് കൊന്നത് ആരാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അത് ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ആള് അത്ര വെടിപ്പായിട്ടുള്ള ഒരാളായിരുന്നില്ല. പറഞ്ഞ പോലെ പണിക്ക് വന്നിരുന്ന ഒരു അവരെ കുറെ ഉപദ്രവിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, സ്ത്രീകളെ പ്രത്യേകിച്ചും. അതില് ആളുടെ ഒരു വേറെ രീതിയിൽപ്പെട്ട മകൻ ആയിട്ട് തന്നെ ആളുടെ കൈ കൊണ്ടാണ് അത് സംഭവിച്ചതെന്നാണ് പിന്നെ അറിയാൻ പറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഓവർ ടോൺസും അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർ ടോൺസും ഒക്കെ ഇതെന്ന് കാണാൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതെല്ലാം കേൾക്കുന്നതാണ്. പിന്നെ ഒന്ന് ജയന്തന്റെ കഥ എന്ന് വെച്ചാൽ ഇവിടെ വന്ന് എഴുതിയിട്ട് അതും ലേറ്റ് കമറാണെന്നും ലേറ്റ് ആയിട്ടാണ് എഴുതി തുടങ്ങിയതും അതിനിപ്പോഴും ഇതൊന്നും. അപ്പൊ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇനി കുറച്ചെങ്കിലും ഹോപ്പൊക്കെ ഉണ്ടാവുന്നതാണ് ഇനി ഒരുപാട് ചെയ്യാനിരിക്കുന്നുണ്ട്, പഠിക്കാനിരിക്കുന്നുണ്ട്. പക്ഷെ ആ നർമ്മത്തിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ അതെല്ലാം ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി ഡൺ. അത്ര തന്നെ പറയാനുണ്ട്. മായ എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? സുരേഷ്, മായ പറയൂ. ഞാൻ ഇവിടെ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. പക്ഷെ മാനസിമ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പൊ എനിക്കൊരു ചോദ്യം ഉണ്ട് അതിനെപ്പറ്റി. വീട്ടിലുള്ളവര് എപ്പോഴാണ് നിങ്ങളെ ഒരു സാഹിത്യകാരിയായിട്ട് അംഗീകരിക്കാൻ തുടങ്ങിയത്, പ്രോത്സാഹിപ്പിക്കാനൊന്നും ആരും തുടങ്ങിയിട്ടില്ല. പക്ഷെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിന് ശേഷം അവര് കുറച്ചൊക്കെ എന്നോടുള്ള പെരുമാറ്റത്തില് വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാനിങ്ങനെ സാഹിത്യമായിട്ട് ബന്ധമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് ചിലർക്കെങ്കിലും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതാണ് സത്യത്തിൽ അക്കാദമി അവാർഡ് എന്നെ സഹായിച്ച ഏറ്റവും പ്രധാന കാര്യങ്ങളിലൊന്നും അതാണ്. ഈ നമ്മൾ പറയണതല്ലല്ലോ, അതൊക്കെ പറയുമ്പോൾ നാട്ടുകാർ പറയുമ്പോൾ വീട്ടുകാരും കുറച്ചൊക്കെ ഒന്ന് വഹിക്കല്ലോ, അത്ര തന്നെ. അല്ലാതെ അപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ വീട്ടിലെ പരിപാടികളെല്ലാം നിർത്തിവെച്ചിട്ട് എഴുതാനിരിക്കുമ്പോ ഹസ്ബൻഡിന് ദേഷ്യം വരത്തില്ലേ? വരില്ലയോ വന്നു ഞാൻ നോക്കാറില്ല.
ഇനി വന്നാലും അതത്ര കാര്യമാക്കാറുമില്ല ഞാന്. അത് പക്ഷെ അതൊക്കെ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം എഴുതാനിരിക്കുമ്പോ അന്ന് ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല, എഴുതണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ ഒരു കഥയും വായിച്ചിട്ടില്ല അദ്ദേഹം. അതുകൊണ്ട് കുടുംബകലഹം ഉണ്ടായിട്ടില്ല. ഒരു ന്യൂട്രൽ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അതന്നെ പറഞ്ഞു, ന്യൂട്രൽ സപ്പോർട്ട് അത് ഉണ്ടായിരുന്നു. അത് എതിരൊന്നും നിന്നിട്ടില്ല. അതുകൊണ്ട് റാണി 9:30 നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് നിർത്താം അല്ലേ? സുരേഷ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമസ്കാരം. എഴുതി വെച്ചിട്ടുള്ള ഒന്നിലില്ലേ, എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക്. നമസ്കാരം. ബാലേട്ടൻ എന്ന് വിളിക്കുമ്പോ ഞാൻ ഇവരനെ എങ്ങനെ വിളിക്കുന്ന എനിക്കറിയില്ല. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. ഞാൻ 95-ലാണ് അവിടുന്ന് പാസ്സായത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. ചോദ്യം ഇതാണ്, വളരെ അതായത് ഈ കഥകളിലോ അല്ലെങ്കിൽ ഈ ലേഖനങ്ങളിലോ ഒക്കെ ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ മുന്നേ പലരും എഴുതിയിട്ടുള്ളതായിരിക്കും. അപ്പൊ നിങ്ങളുടെ എഴുത്തിനെ എന്താണ് വേറിട്ട് നിർത്തുന്നത്? ആ രചനയിലെ വ്യത്യാസമാണോ, അതോ നിങ്ങൾ എഴുതിയതൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു, ഓൾറെഡി എഴുതിയിട്ടില്ലാതിരുന്ന സംഭവങ്ങളായിരുന്നു? അങ്ങനെ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടുപേരോടും കൂടി. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. നമുക്കിപ്പോ ഈ പ്രേമം എന്നുള്ള ഒരു സാധനമൊക്കെ കാളിദാസൻ മുതൽ എഴുതി തുടങ്ങിയതാണ്. നമുക്ക് പുതിയതായിട്ടൊന്നും പറ്റില്ല. ഈ വികാരങ്ങളും അതെ, അതൊക്കെ നമ്മൾക്ക് അറിയുന്ന വികാരങ്ങളാണ്. പക്ഷേ നിങ്ങളൊരു കഥ എഴുതുമ്പോൾ ഏത് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഗതി ചെയ്യുമ്പോഴും നിങ്ങളുടേതായ ഒരു വേറെ ഫോർമാറ്റ് ഉണ്ടാവും, പ്ലസ് നിങ്ങളുടേതായ ഭാഷ ഉണ്ടാവും. ഈ ഭാഷയും ഫോർമാറ്റുമാണ് ഓരോ കഥയും. ഇപ്പോൾ ഞാൻ എഴുതുന്ന കഥയും അക്ഷിത എഴുതുന്ന കഥയും ഒരേ തീമാണെങ്കിൽ പോലും അത് മാറ്റി നിർത്തുന്നത് ഇത് രണ്ടൊക്കെയാണ്. അവിടെയാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പ്ലേ ചെയ്യുന്നത് മുഴുവനും. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ ഒരു കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഭാഷ കൊണ്ട് കളിക്കുന്ന സ്മോൾ തിങ്സ് അതൊക്കെ അല്ലേ കളി. ഭാഷ കൊണ്ടാണ്. പ്ലസ് പ്ലോട്ട് വേറെയൊന്നുമല്ല, പക്ഷെ വേറെ ആംഗിൾ, അതൊരു ക്യാമറ വെച്ച പോലെയാണ്. നിങ്ങൾ ഏത് ആംഗിളിൽ നിന്നാണ് ആ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കൊരു ഫോട്ടോ മുകളിൽ നിന്ന് കാണാം, ചോട്ടുനിന്ന് കാണാം, വശത്തുനിന്ന് കാണാം. അങ്ങനെ നിങ്ങളുടേതായ ഒരു കോണ്, വീക്ഷണ കോണ് നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് പ്രമേയത്തെ വ്യത്യസ്തമാക്കുകയല്ല, ആ കഥയിൽ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറയും സുരേഷ്? ഇത് തന്നെ. പക്ഷെ ഈ ജീവിതം തനി ആവർത്തനമാണ്, നമുക്കറിയാമല്ലോ. ജീവിതം തനി ആവർത്തനമാണ്. അതുകൊണ്ട് വ്യത്യസ്തമായി ആവർത്തിക്കുന്നതിലാണ് കഴിവിരിക്കുന്നത്, ജീവിതത്തിലാണെങ്കിലും കഥയിലാണെങ്കിലും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനകത്ത്. നമ്മൾ ശ്രമിക്കുന്നത്. വളരെ നല്ല ഒരു ഇൻപുട്ട്, ഫീഡ്ബാക്ക് ആയിരുന്നു അത്. തീർച്ചയായിട്ടും താങ്ക് യു. ഇനിയും ചോദ്യം ചോദിക്കാൻ പലരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബോണസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ അല്ലാതെ റാണി മ്യൂട്ടിലാണ്. റാണി ഓക്കെ. ഒരു നമുക്ക് നിർത്താൻ ആയോ? നിർത്താൻ സമയം ആയി. ഓക്കെ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? വളരെ ദിസ് ഈസ് പ്രേമ അഗൈൻ. എനിക്ക് ചോദിക്കാനൊന്നുമില്ല. മാനസിക ബുക്സോ അതൊന്നും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. വായിക്കണം എന്നുണ്ട്. Bala was telling it was very gripping, and so I was not in that mood to read that kind of books now, because these days it's difficult for me to read such books. And hopefully I will read some of your books and your stories, and hopefully we'll meet sometime. എനിക്ക് ഒരു കാര്യം, സാധാരണ എന്റെ കഥകള് കുറച്ച് സാധാരണ മട്ടിലല്ല എഴുതുന്നത്, നല്ലോണ്ട് വായിക്കാൻ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മാത്രമല്ല, വേറെ പലരും അത് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി കൈ പൊക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊരു ചോദ്യമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് സമയം എടുക്കും. സോ ഐ ക്യാൻ maybe for another time. Jayan sir, at least I will ask the question now, and if there's no time then we can discuss some other
forum. Jayan sir, ഞാൻ ഒരു മിനിറ്റിൽ പറയാൻ നോക്കാം. ഒരു മിനിറ്റ് പറഞ്ഞു നോക്കാം. Go for it. ജയൻ സാർ, ഈ ഹ്യൂമർ എഴുതുന്ന കുറച്ച് ഒരു പ്രയാസമുള്ള ഒരു കാര്യമല്ലേ, വിച്ച് ഇസ് എ ബിറ്റ് ഓഫ് എൻ ഓക്സിമോറോൺ. പക്ഷെ ഹ്യൂമർ എഡിറ്റ് ചെയ്യുമ്പം എൻ്റെ ക്വസ്റ്റ്യൻ, ഒരു പേടിയുണ്ടോ ഹ്യൂമറിന്റെ ആ ടോൺ അങ്ങ് പോകും, ഓർ ഇഫ് യു കീപ് എഡിറ്റിംഗ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ അഗൈൻ അതിന്റെ ഒരു ഡെലിക്കേറ്റ് ടച്ച് അങ്ങ് പോകുന്നു? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മൈ ക്വസ്റ്റ്യൻ? ഐ എം നോട്ട് ഷുവർ ഇഫ് യു were able to follow. അത് എപ്പോഴും അതൊരു ബാലൻസ് ആണ്. പക്ഷെ എന്തായാലും ഗുണം എന്താന്ന് വെച്ചാല് നമ്മൾ കുറച്ച് ഈ കൂടുതലും ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ആ പഴയ സെയിങ് എന്താ, ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ് എന്ന് പറയും. ബ്രെവിറ്റി ലക്ഷ്മി, brevity is the soul of wit. അപ്പൊ ആ ഹ്യൂമർ എഴുതുമ്പോ അതാണ് കൂടുതൽ ഞാൻ ശ്രമിക്കുന്നത്. നമ്മളൊരു ഒരു ബിംബം മറ്റോ ഉണ്ടാക്കുമ്പോൾ കഴിയാവുന്ന അതിൽ മാറ്റാൻ നോക്കുകയാണ്. സോ ദാറ്റ് യു മിനിമൈസ്. കാര്യം ലെന്തി ആയി കഴിഞ്ഞാൽ അതിന്റെ തമാശ പോവുകയും. അപ്പൊ ബ്രീഫ്നെസ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായി. ശരി, താങ്ക് യു സർ. വെൽക്കം. ഞാൻ മാനസി ചേച്ചി പറ്റി ഒറ്റ കാര്യം പറഞ്ഞിട്ട് വേഗം ഒരു സെന്റൻസ്. ഞാൻ കേട്ടിട്ടുള്ളത് ഈ ചെറുപ്പക്കാരി കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ ചേച്ചിയുടെ ബുക്കുകൾ വായിച്ചിട്ട് കംപ്ലീറ്റ് മാറി. അത് കഴിഞ്ഞ് പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചാൽ ദേ ദംസെൽസ് may not realize it's because of your books. It is so ingrained in them. ചേച്ചിയുടെ ഐഡിയാസ് is so much into them. അവരിപ്പോ അവരുടെ സ്വന്തം ഐഡിയ ആയിട്ട് അങ്ങ് എടുത്തു അതൊക്കെ. So that is so much of influence. Your influence is there on the younger generation. Adin I think everybody should thank you very much. അത് ശരിയാണ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ പോയാൽ കട്ടിങ് അക്രോസ് ദ സ്റ്റാറ്റ് ഓഫ് സൊസൈറ്റി പലരും വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അതേപോലെ ചേച്ചിക്ക് എഴുതാൻ പറ്റണമെന്ന്. എന്നോട് പലരും ചോദിക്കണത്. അതിന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അനുഭവങ്ങളും ഞാൻ കടന്നുപോയിട്ടുള്ള ജീവിത സന്ദർഭങ്ങളും ഒക്കെ ഒരേപോലെ ആയതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് എനിക്ക് മനസ്സിലാകുന്നതായിരിക്കും, അല്ലാതെ എനിക്ക് വേറെ ഉത്തരവൊന്നും ഇല്ല എന്നാണ് പറയാറ്. അതെ, കുറെ കുട്ടികൾ അത് എന്നോട് വന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലോണം മാറിയിട്ടുണ്ട്, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അവരിതന്നെ ചോദിക്കുന്നത്, ഞങ്ങളുടെ മനസ്സിലുള്ളത് എങ്ങനെയാണ് ചേച്ചി ഇത്ര വ്യക്തമായിട്ട് എഴുതണത് എന്നാണ് ചോദിച്ചത്. എനിക്ക് അപ്പൊ ഇതിൽ സമ്മറൈസ് ചെയ്യാനുള്ളത്, അപ്പൊ അത് എന്റെ അനുഭവം മാത്രമല്ല എന്നറിയൂടെ. ഇത് ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുന്ന മനോഭാവമാണ്. അതിനെതിരെയാണ് ഞാൻ ആദ്യം മുതൽ ഇന്ന് വരെ നിന്നിട്ടുള്ളത്. അതിന്റെ കൂടെ that means you can bask in reflected glory. ഓക്കെ, അപ്പോ നമ്മള് Jayant and Manasi Chechi, hope we did justice to you in terms of time and questions, and hope you had some opportunity to interact with everybody and express yourself. So we are so grateful to you, and ഇതൊരു സൗഭാഗ്യം തന്നെയാണ് രണ്ടുപേരും കൂടെ ഒന്നിച്ച് കിട്ടുക എന്നുള്ളത്. സോ we will always value that. And നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരുടെയും പേരിൽ ഞാൻ അത് എക്സ്പ്രസ് ചെയ്യണം നിങ്ങളോട്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ബാലയ്ക്ക് അടുത്ത് വളരെ നന്ദി ബാല. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ചേച്ചി, ജയന്ത്, അമേസിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് us. പിന്നെ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ്, അലയിലെ മെമ്പേഴ്സ് ഇല്ലാത്ത വന്ന എല്ലാവർക്കും അലയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളുടെ ഇനിയുള്ള പ്രോഗ്രാമിനും ഒക്കെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. മാസത്തിലൊരിക്കലാണ്. ചേച്ചി എത്ര നാളുണ്ട് ഇവിടെ ഇനി? സെപ്റ്റംബർ 17 വരെ. ശരി. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഡെഫിനറ്റ്ലി വിൽ ബി ഇൻ ടച്ച്. എല്ലാ കൊല്ലം വരുമല്ലോ അല്ലേ? വരുമെന്ന് മകൻ പറയുന്നു. ഞങ്ങൾക്ക് അത് കേട്ടാ മതി. ശരിക്കും മലയാളത്തിലേക്കൊക്കെ വരേണ്ടത് നമ്മുടെ നല്ല ട്രാൻസ്ലേഷൻസ് ആണ് വരേണ്ടത്. പൊതുവെ നമുക്കില്ല ട്രാൻസ്ലേഷൻസ്. ഇംഗ്ലീഷ് എന്നല്ല, ഇന്ത്യൻ ലാംഗ്വേജസ് പല ഇന്ത്യൻ ലാംഗ്വേജസിലും വളരെ നല്ല
എഴുത്ത് നടക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് നമുക്ക് ലാറ്റിൻ അമേരിക്കയിലൊക്കെ അറിയാം കാര്യങ്ങൾ, നമ്മൾ പരമ ഇതറിയാം. പക്ഷെ നമ്മൾക്ക് തമിഴിൽ എന്താ സംഭവിക്കുന്നത്, ഒറീസയിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. അത് ഒരു വലിയ എന്നോട് ഒരിക്കലും ഒരു ഫ്രഞ്ച് അവർ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്കൊരു ട്രഷർ ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾക്ക് പരസ്പരം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്തുമാത്രം സംഗതികൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയേണ്ടത്. Jayant sir, do you have your books in translation? Do you have your translations? Yeah, one English book